السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, നമ്മൾ ഹദീസ് ജിബ്രീൽ എന്നറിയപ്പെടുന്ന ഹദീസാണ് ചർച്ച ചെയ്യുന്നത്. അതിനർത്ഥം നമ്മൾ പറഞ്ഞു, കുറച്ച് വലിയൊരു ഹദീസാണ്, അതിൻ്റെ അർത്ഥമൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ അതിൽ അർക്കാനുൽ ഈമാൻ, ഈമാന്റെ റുക്നുകൾ 6 കാര്യം. അതിലൊന്നാമത്തെ അല്ലാഹുവിലുള്ള വിശ്വാസമാണ്. അത് 4 കാര്യങ്ങൾ അടങ്ങിയതാണ് പറഞ്ഞു. ആ 4 കാര്യം കുറച്ചിങ്ങനെ പറയുക ചെയ്തത്. ഇനി രണ്ടാമത്തെ റുക്കിനെ പറ്റി ലേശം എന്ന് പറയും. അതാണ് ഇന്നത്തെ, വിശദമായിട്ടൊന്നും ഉണ്ടാവില്ല. അത് മലക്കുകളിലുള്ള വിശ്വാസമാണ്. ചുരുക്കി കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ വിശ്വാസം ഒന്ന് ഈമാൻ ഇജ്മാലി. ഇതിന്റെ വിശദീകരണം എഴുതിയപ്പോ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ പറയണേ, ഒന്ന് മലക്കുകളുടെ വിശ്വാസം മർത്തബത്താനി, 2 മർത്തബയാണ്. ഒന്ന് ഇജ്മാലിയായ ഈമാൻ, മറ്റൊന്ന് തഫ്സീലിയായ ഈമാൻ. ഇജ്മാലി എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ മലക്കുകൾ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട സൃഷ്ടിയാണ്. ഖലഖഹും മിൻ നൂർ, മലക്കുകളെ സൃഷ്ടിച്ചത് പ്രകാശത്തിൽ നിന്നാണ്. ഇത് മൊത്തത്തിൽ സാധാരണക്കാർക്കൊക്കെ ഈ വിവരം ഏതായാലും ഉണ്ടാണ്. മൊത്തത്തിലുള്ള വിവരം പ്രകാശത്തിൽ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. നൂറ്, അത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അങ്ങനെയുണ്ട്. ഖുലിഖത്തിൽ മലായികത്തു മിൻ നൂർ എന്നുണ്ട്. മലക്കുകളെ സൃഷ്ടിക്കപ്പെട്ട പ്രകാശത്തിൽ നിന്നാണ്. പിന്നെ അവര് റബ്ബിന്റെ അടുത്താണ് അവരുടെ നിൽപ്പുള്ളത്, ആകാശത്തിലാണ്. അവർക്ക് ഒരുപാട് അമലുകളുണ്ട്, ഓരോരുത്തർക്കും ഓരോ അമലുകളുണ്ട്. ഇതാണ് മൊത്തത്തിൽ അവരെ പറ്റിയുള്ള ഈമാൻ എന്ന് പറയുന്നത്. എന്നാൽ തഫ്സീലി ആയിട്ടുള്ളത് അതെന്താ, അവരെ പറ്റി വന്നത് മുഴുവനും നമ്മൾ വിശ്വസിക്കണം. പ്രമാണത്തിൽ വന്നതൊക്കെ മലക്കുകളെ പറ്റി എന്തൊക്കെയാണോ വന്നത് അത് മുഴുവനും വിശ്വസിക്കണം. അപ്പൊ ചിലത് ഞാനിങ്ങനെ പറയാം, ചിലത് മാത്രം. അവരൊരു അത്ഭുത ലോകമാണ് മലക്കുകളുടെ ലോകം. ഇപ്പൊ ഇവിടെയൊക്കെ ഉണ്ടാവും മലക്കുകൾ. കാരണം ഇൽമിന്റെ സദസ്സിലൊക്കെ മലക്കുകൾ വരും, പൊതിഞ്ഞു നിൽക്കുന്നു പറഞ്ഞിട്ടുണ്ട്. മോമിനികൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ തേടും, പാപമോചനത്തിന് വേണ്ടി ഇങ്ങനെ മലക്കുകൾ പ്രാർത്ഥിക്കും എന്നൊക്കെ ഉണ്ട്. മോമിനികളുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അവരുള്ള വിശ്വാസം നമ്മൾ പറഞ്ഞു, വിശ്വസിച്ചിട്ടില്ലെങ്കിൽ കാഫിറാവും. കാരണം ഈമാന്റെ തൂണുകളിൽ 2ാമത്തെ തൂണാണ് അല്ലാഹുവിലുള്ള വിശ്വാസം. കഴിഞ്ഞാൽ മലക്കുകളിലുള്ള വിശ്വാസമാണ് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് ആയത്തുകളിൽ ആ കാര്യം വന്നിട്ടുണ്ട്. ഇനി ഇവരുടെ അത്ഭുത ലോകം ഞാൻ പറഞ്ഞല്ലോ, അതിലൊന്ന് നമ്മൾ വിചാരിച്ച മാതിരി ഒന്നുമല്ല. നമുക്ക് ആരും മലക്കുകളെ കണ്ടിട്ടുണ്ടാവില്ല, നമ്മളാരും മലക്കുകളെ കണ്ടിട്ടുണ്ടാവില്ല, നമുക്ക് കാണാൻ പറ്റൂല. മലക്കുകൾക്ക് ചിറകുണ്ട് എന്ന് പറഞ്ഞു, ചിറകുണ്ട്. അതാണ് അവരുടെ സൃഷ്ടിപ്പിനെ പറ്റുള്ള ഒരു കാര്യം പറയണം, ചിറകുള്ളതാണ്. അത് ഖുർആനിൽ തുടങ്ങുന്നതിന് അൽഹംദുലില്ലാഹ് ഫാത്തിരി സമാവാതി വൽ അർദി ജാഇലിൽ മലായികത്തി റുസുലൻ ഉലി അജ്നിഹത്തിൻ. അതാണ് മലക്കുകളെ പറ്റി ഇവിടെ പറഞ്ഞത്. ആകാശത്തെ ഭൂമിയൊക്കെ സൃഷ്ടിച്ച അല്ലാഹുവിന് സർവസ്തുതിയും. മലക്കുകളെ അവൻ ദൂതന്മാരാക്കി. ആ മലക്കുകൾക്ക് ഉലി അജ്നിഹ, അവർക്ക് ചിറകുകളുണ്ട്. മലക്കുകൾക്ക് ചിറകുകളുണ്ട്. മസന 2 ചിറകുള്ള മലക്കുണ്ട്. സൂറത്ത് ഫാത്തിറിൽ വസുലാസം 3 ചിറകുള്ള മലക്ക്.
4 ചിറകുള്ളതുണ്ട്. യസീദു ഫിൽ ഖൽഖി മാ യശാ, അല്ലാഹ് സൃഷ്ടിപ്പിൽ അവൻ ഉദ്ദേശിച്ചതൊക്കെ വർദ്ധിപ്പിക്കും. അപ്പോൾ മനുഷ്യർക്ക് ഒക്കെ കണക്കിയിരിക്കും, 2 കൈ 2 കാല്, നമ്മുടെ ഇതൊക്കെ നമുക്കറിയാലോ. പക്ഷെ മലക്കുകൾ 2 ചിറകുള്ള, 3 ചിറകുള്ള, 4 ചിറകുള്ള, പിന്നെ കുറേ ചിറകുള്ള. ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ ചിറക് 600 ചിറകാണ്, 600 ചിറക്. അത് ബുഖാരി മുസ്ലിമിലൊക്കെ ഉള്ള ഹദീസാണത്. 600 ചിറകുള്ള മലക്കുകൾ. അപ്പം എന്താണ്, ഒരത്ഭുത കാര്യമാണ് ഇതൊക്കെ പറയുന്നത്. അതൊരു വലിയ വലിപ്പമൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ വലിപ്പം പറയുമ്പോൾ ചെറുത് പറഞ്ഞിട്ട് ഇനി മറ്റൊരത്ഭുതം, അവരുടെ വലിപ്പത്തിൽ നമ്മൾ അത്ഭുതപ്പെട്ടു. നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്ര വലിപ്പമുണ്ട്. അത് ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ ഇങ്ങനെയാണ്: റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു, ജിബ്രീലിനെ കണ്ടു. ഫീ സൂറത്തി, ജിബ്രീലിന്റെ ശരിക്കുള്ള രൂപത്തിൽ. ജിബ്രീലിനെ അല്ലാഹു സൃഷ്ടിച്ച ശരിക്കുള്ള രൂപം അങ്ങനെ കണ്ടു. വലഹു 600 ജന, 600 ചിറകുണ്ട്. ചിലപ്പോൾ നബി ഇങ്ങനെ എണ്ണിട്ടുണ്ടാവും, അല്ലെ ജിബ്രീൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത്ഭുതമല്ലേ, എണ്ണാൻ പറ്റുന്ന അത്ര വലിപ്പമുണ്ട്. എത്ര വലിപ്പം എന്ന് വെച്ചാൽ ദൂരത്തു നിന്നൊക്കെ എണ്ണാൻ പറ്റും. കാരണം കുല്ലു ജനായും മിന്നാക്കത് സദ്ദല്ലുഫ്, ഓരോന്ന് ചക്രവാളങ്ങളെ നിറക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത്ര വലിപ്പമുണ്ട് ചിറകും. അപ്പൊ ജിബ്രീലിന്റെ സൃഷ്ടിപ്പിനെ പറ്റിയാണ് പറഞ്ഞത്. ഇനി അർശിനെ വഹിക്കുന്ന 8 മലക്കുകളെ പറ്റി ഒരു ഹദീസിൽ വന്നിങ്ങനെയാണ്: ഉദിനലി അൻ ഉഹദ്ദിസ അൻ മലക്കിൻ മിൻ മലായികത്തില്ല മിൻ ഹമലത്തിൽ അർശ്. ഒരു ഹദീസാണ്. അർശ് വഹിക്കുന്ന മലക്കുകൾ 8 മലക്കുകൾ എന്നാണ്. 8 മലക്കുകൾ. വയഹ്മിലു അർശ റബ്ബിക യൗമൈദിൻ ഫൗഖഹും സമാനിയാണ്. 8 മലക്കുകളാണ് അർശ് വഹിക്കുന്നത്. അപ്പൊ അർശ് വഹിക്കണമെങ്കിൽ നല്ല ഭയങ്കര ശക്തി വേണ്ടി വരും. പിന്നെ അർശിന്റെ വലിപ്പം ഞാനിവിടെ പറയാം. അവിടെ അപ്പൊ ഇവിടെ 8 മലക്കുകൾ. ഒരു മലക്കിനെ പറ്റി നമുക്ക് പറഞ്ഞു തരികയാണ്. ഇന്നമാ ബൈന ശഹ്മത്ത് ഉദ്നിഹി ഇലാ അത്തിഖിഹി മസീറത്ത 700 ആം. ആ ഒരു മലക്കിന്റെ ചെവി അവസാനിക്കുന്ന സ്ഥലത്താണ് ഷഹ്മത്തുൽ ഉദ്ന, നമ്മുടെ ചെവി അവസാനിക്കുന്നത്. അത് ചുമലും തമ്മിലുള്ള അകലം, നമ്മളുടെ അകത്ത് ഒരു ചാണൻ ഉണ്ടാവില്ല. പക്ഷെ ആ അകലം തന്നെ പിന്നെ 700 വർഷം സഞ്ചരിക്കാനുള്ള ദൂരമുണ്ട്. 700 വർഷം. അപ്പൊ പിന്നെ മറ്റുള്ള അവയവങ്ങളൊക്കെ എത്ര വലിപ്പുണ്ടാവും? 700 വർഷം സഞ്ചരിക്കാനുള്ള ദൂരം തന്നെ. അപ്പൊ അത്രയും ഒരു വലിപ്പം, അതൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അത്ര വലിയ വിഷയങ്ങളാണ് ഇതൊക്കെ. നമുക്ക് ഈ ലോകത്ത് അറിയാത്തതാണ്. ഈ ലോകത്ത് അനേകം, അറിയുന്നത് വളരെ കുറച്ചുള്ളൂ. നമുക്കറിയാത്തൊരു ലോകം. അതിന് പലോത്തെത്തുമ്പോഴാണ് നമുക്കത് ബോധ്യം വരിക. നമുക്കറിയാത്ത മേഖല എത്രയൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പൊ അർശിനെ വഹിക്കുന്ന മലക്കുകളെ പറ്റിയാണ്. അപ്പൊ ഈ ലോകത്തിന്റെ വലിപ്പം എത്ര ഉണ്ടാവും? ഈ മലക്കിനെ പറ്റി പറഞ്ഞു. അതിനെ പറ്റി ഇരിക്കുന്ന തിരുമേനി പറഞ്ഞത് 7 ആകാശം ഭൂമി, 7 ആകാശങ്ങൾ. നമ്മൾ കാണുന്ന നക്ഷത്രങ്ങളൊക്കെ 1ാമത്തെ ആകാശത്തെന്നാണ് പറയുന്നത്. അതിന് പുറമെ 6 ആകാശങ്ങളുണ്ട്. അപ്പൊ ഈ ആകാശങ്ങളൊക്കെ കുർസിയുമായി തട്ടിക്കുമ്പോ ഒരു മരുഭൂമി, വിശാലമായൊരു മരുഭൂമിയിൽ ഒരു ഇരുമ്പിന്റെ വളയിട്ട് അങ്ങനെ ഉണ്ടാവും. അതുപോലെ താരതമ്യം ഉണ്ടാവും. കാരണം വിശാലമായി കിടക്കണ മരുഭൂമിയിലൊരു ഇരുമ്പിന്റെ വളയുണ്ടെങ്കിൽ ഇതുപോലെയാണ് അർശുമായി ബന്ധിപ്പിക്കുമ്പോൾ 7 ആകാശത്തിന്റെ വലിപ്പം എന്ന് പറഞ്ഞത്. അപ്പൊ അർശ് എത്ര വലിപ്പം ഉണ്ടാവും? അർശല്ല, കുർസീനെ പറ്റി പറഞ്ഞു. കുർസിയാണ്. കുർസിയുമായി ബന്ധിപ്പിക്കുമ്പോ അതിന്റെ വലിപ്പം. ആയത്തിൽ കുർസി വരാൻ കാരണം ഈ കുർസി അതിൽ വന്നുകൊണ്ടാണ്. അപ്പൊ കുർസീന്റെ വലിപ്പം നമ്മള് ഭാവനയെ കണ്ടാവുട്ടിയെത്തൂല. എന്നാൽ ഈ കുർസീനെ പറ്റി പറഞ്ഞ റബ്ബിന്റെ പാദം വെക്കുന്ന സ്ഥലം. അവ അർശ് എത്ര ഉണ്ടാവും?
ഇതൊക്കെയാണ് ഈ ലോകം. അതിൻ്റെ വലിപ്പം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് ഞാൻ പറയുന്നത്. ഇനി മലക്കുകളുടെ വേഗത, അത് വേറെ അത്ഭുതം. അവരുടെ വലിപ്പം ഒന്ന് സൂചിപ്പിച്ചു. ഇനി ഇവരുടെ വേഗത ഒരു പണ്ഡിതൻ പറയുകയാണെങ്കിൽ ഇതിപ്പോ പ്രകാശ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം കണ്ടുപിടിച്ചു നോക്കുക. എന്നാൽ തന്നെ അതിന് ബില്യൺ കണക്കിന് വർഷം, പ്രകാശ വർഷം വേണം അകലെയുള്ള നക്ഷത്രങ്ങൾക്ക് എത്താൻ. കാരണം ഈ നക്ഷത്രങ്ങളൊക്കെ എത്ര അകലങ്ങളിലാണ്. അതിന് ഒന്നാമത്തെ ആകാശത്തെ നക്ഷത്രങ്ങളാണ് ആ പറയുന്നത്. പ്രകാശവർഷം സഞ്ചരിക്കുന്ന വാഹനം ആരും കണ്ടുപിടിച്ചിട്ടില്ല. എന്നാൽ അതിനൊക്കെ എത്ര ഇരട്ടി വേഗതയായിരിക്കും മലക്കുകൾ. കാരണം നബിയുടെ അടുത്ത് വന്ന് ആരെങ്കിലും ഒന്ന് ചോദിക്കും എന്തേലും ചോദ്യം, അപ്പൊ ജിബ്രീൽ വന്നിട്ട് മറുപടി കൊടുക്കും. ഉടനെ വരുന്ന ആകാശത്തിന് റബ്ബിന്റെ അടുത്ത്. റബ്ബ് ആകാശത്തിന്റെ അപ്പുറത്തിൽ അർശിൽ ഉപവിഷ്ടനായവനാണ് റബ്ബ്. ആ റബ്ബിന്റെ അടുത്ത് നിന്ന് വിവരമായിട്ട് വരികയാണ്. എത്ര വേഗതയിലാണ് എത്തുന്നത്. നിമിഷങ്ങൾ കൊണ്ട് ഇത്ര ദൂരം സഞ്ചരിക്കാനുള്ള കഴിവ്. അത് അവരുടെ വേഗതയെ പറ്റി പറയുന്നത്. അപ്പൊ അത് വേറെ അത്ഭുതം. പിന്നെ കുതിരത്ത് മരത്ത ശക്കുൽ, അത് വേറൊന്നും. നമുക്കൊന്നും കഴിയാത്ത എന്തൊക്കെയോ അത്ഭുതങ്ങളാണ്. അവർക്ക് രൂപം മാറാൻ കഴിയും. മലക്ക് എത്ര വലിയ മലക്കാണെങ്കിലും ഇപ്പൊ ജിബ്രീലിനെ പറ്റി പറഞ്ഞു, ഓരോ ചെറുത് 600 ചെറുത് ചക്രവാളങ്ങൾ നിറഞ്ഞു നിൽക്കുക എന്ന് പറഞ്ഞു. ആ ജിബ്രീൽ ചെറുതായി വന്നിട്ട് മനുഷ്യന്റെ രൂപത്തിൽ ഉണ്ടാകുക, സാധാ മനുഷ്യന്റെ വലുപ്പത്തിൽ കണ്ടുവരിക. അങ്ങനെ മലക്കുകൾ രൂപം മാറി വന്ന കുറേ ഇതുണ്ട്. ഖുർആനിൽ പറഞ്ഞ 2 എണ്ണം പറയാം. ഫിൽ കിതാബി മറിയം ബീവിനെ പറ്റി പറഞ്ഞപ്പോഴാണ് മറിയം ബീവിന്റെ അടുത്തേക്ക് മലക്ക് വന്നു. ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. എങ്ങനെ വന്നത്? ബശറൻ സവിയ്യ, നല്ല ഉഷാറുള്ള ഒരു മനുഷ്യന്റെ രൂപത്തിലാണ് വന്നത്. അപ്പൊ അവർക്കിത് മലക്കാന്നൊന്നും മനസ്സിലായില്ല. അവർ പറഞ്ഞു ഔദു ബിർറഹ്മാനി മിൻക, നിന്നിൽ ഞാൻ അള്ളാഹുവിനോട് അഭയം തൊടുന്നു എന്ന് പറഞ്ഞു. ഇവരെ തിന്മ ഉദ്ദേശിക്കുകയാണോ? അപ്പൊ ഇത് മലക്കാന്നൊന്നും അറിയില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇന്നമാന റസൂലു റബ്ബിക്ക്, ഞാൻ നിന്റെ റബ്ബിന്റെ ദൂതനാണ്. ലിയഹബലക ഗുലാമൻ സക്കി, ഒരു നല്ല കുട്ടി നിനക്ക് വരും, അത് സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി അയക്കപ്പെട്ട മലക്കാണ് ഞാൻ എന്ന് പറഞ്ഞു. ഇതുപോലെ ഇബ്രാഹിം നബിയുടെ അടുത്ത് നിന്നും ഖുർആൻ പറയുന്നുണ്ട് മലക്ക് വരും. അത് ജിബ്രീലും മീകായിലും അങ്ങനെ 2-3 മലക്കിനെ പറ്റി പറയണ വന്നവര്. അത് ഹൽ അതാക ഹദീസു ദൈഫി ഇബ്രാഹിം നബിന്റെ അതിഥികളെ പറ്റിയുള്ള വിവരം താങ്കൾക്ക് വന്ന് കിട്ടിയോ? അൽ മുക്കറമീൻ, ആദരണീയരായ അതിഥികൾ, വിരുന്നുകാർ. ഇത് ദഖലു അലൈഹി, അവർ ഇബ്രാഹിം നബിയുടെ അടുത്ത് വന്നിട്ട് ഖാലു സലാം, അസ്സലാം പറഞ്ഞു. മനുഷ്യരൂപത്തിലാണ്. അപ്പൊ ഖാലു സലാം, സലാം അടക്കി. എന്നിട്ട് ഖാമു മുൻകർ, നിങ്ങളെ പരിചയമില്ലല്ലോ പറഞ്ഞു. പരിചയമല്ല, മനുഷ്യരാണ്. പക്ഷെ നാട്ടിലുള്ളവരൊക്കെ അറിയും. ഇത് നാട്ടിലൊന്നുമില്ല, പരിചയമില്ലാത്ത ആൾക്കാരാണ്. എന്നിട്ട് അവരിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്നതിനിടയിൽ ഒരു മലക്കോട് ഒന്നിങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഫറായിലായി ആഹ്ലി, പതുക്കെ ഇങ്ങനെ അവരെ കാണാതെ വെച്ചുണ്ടാകാതെ പോകാന്നറിയില്ലേ. തൻ്റെ ഭാര്യയുടെ അടുത്ത് ചെന്നിട്ട് പിന്നെ ഭക്ഷണം ഉണ്ടാക്കുകയാണ്. ഭക്ഷണം എന്താ വെച്ചാൽ ഇജിൽ സമീ എന്നാണ്, നല്ല തടിയുള്ള ഒരു മോരിക്കുട്ടൻ. അതിനെയാണ് റെഡിയാക്കി പൊരിച്ചു കൊണ്ടുപോയി കൊടുക്കുന്നത്. അപ്പോൾ അതിഥി സൽക്കാരത്തില് വളരെ ഉന്നതമായ ഒരു നിലവാരം മാതൃക കാണിച്ചു കൊടുത്ത ആളായിട്ട് ഇബ്രാഹിം നബിനെ പറ്റി പറയലുണ്ട്. അതിഥികൾ വന്നപ്പോൾ നല്ല ഭക്ഷണം. അങ്ങനെ അവരടുത്തെത്തി ഭക്ഷണം അദ്ദേഹം തന്നെ കൊണ്ടുവിടുകയാണ്. അത് വേറെ ഒരു മാന്യത. വീട്ടുകാരൻ തന്നെ കഞ്ഞിവേലക്കാരൻ മറ്റും ഏൽപ്പിക്കാതെ അദ്ദേഹം തന്നെ ഈ ഭക്ഷണമായിട്ട് അതിഥികളുടെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അലാ തേക്കുൽ, എന്താ തിന്നാത്ത? കുറേ നേരമൊക്കെ അദ്ദേഹം കാത്തുന്നുണ്ടാവും. ഒരു വർത്താനം തന്നെ തിന്നൊന്നുമില്ല. പക്ഷെ സമയം കുറെ കഴിഞ്ഞപ്പോൾ പിന്നെ ഇബ്രാഹിം നബിക്ക് പേടിയായി.
അപ്പൊ അവർ പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്നാ ഉർസിൽനാ ഇലാ ഖൗമി ലൂത്ത്, ഞങ്ങൾ ലൂത്ത് നബിയുടെ അടുത്തേക്ക് അയക്കപ്പെട്ട ദൂതന്മാരാണ്, അവരെ നശിപ്പിക്കാൻ പോകണം. 3 മനുഷ്യന്മാർക്ക് ഒരു നാടിനെ കീഴ്മേൽ മറിക്കാൻ പറ്റൂലല്ലോ. പറഞ്ഞു കൊടുക്കുക, ഞങ്ങൾ മലക്കുകളാണ്, ഞങ്ങൾ ഭക്ഷണം കഴിക്കൂല എന്നാണ് അങ്ങനെ പറഞ്ഞു കൊടുത്ത്. അതാണ് വിശുദ്ധ ഖുർആനാണ് ഈ പറയുന്നത്. അപ്പൊ ഈ വലിയ സൃഷ്ടികളും മനുഷ്യരൂപത്തിൽ വന്നു. ഇവിടെ ലൂത്ത് നബിന്റെ അടുത്തേക്ക് വീണ്ടൊന്നും കൂടി രൂപം മാറി. ഇബ്രാഹിം നബിന്റെ അടുത്ത് വന്ന അതേ മനുഷ്യന്മാരല്ല, പിന്നെ കുറച്ച് ചെറുപ്പക്കാരുടെ രൂപത്തിലാണ് വന്നത്, സുന്ദരന്മാരായ യുവാക്കളുടെ രൂപത്തിലാണ് പിന്നെ ലൂത്ത് നബിന്റെ അടുത്തേക്ക് പോണത്. അപ്പൊ അവിടെ ചില രംഗങ്ങളൊക്കെ ഉണ്ട്. ലൂത്ത് നബിക്കാകെ പേടിയായി. കാരണം ആ നാട്ടിലുള്ള ജനങ്ങൾ മോശം പ്രവർത്തിക്കുന്നവരാണ്, അതിഥികളെ അവർ വഷളാക്കുക എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് പേടി കണ്ടപ്പം അവർ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ ഇവരെ തകർക്കാൻ വന്നിട്ടുള്ളതാണ്, മറിച്ചിടാൻ പോകണം, നിങ്ങൾ എന്ത് ചെയ്യണം, വേഗം രാത്രി ഇവിടുന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ആയത്തുകളിൽ വന്ന വിഷയങ്ങളാണ് ഇപ്പൊ ഇതൊക്കെ. പിന്നെ 100 പേരെ കൊന്ന ഒരു വ്യക്തിനെ പറ്റി ഹദീസിൽ പറയുന്നുണ്ട്. അപ്പൊ അയാള് 100 പേര് വന്നപ്പോ ഒരു പണ്ഡിതൻ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ഈ നാട്ടിൽ നിന്നാൽ ശരിയാവില്ല, ഈ നാട് വളരെ മോശമാണ്, പിന്നെയും പിന്നെ നിങ്ങൾ തെറ്റ് ചെയ്യും, നിങ്ങൾ ഈ കാലാവസ്ഥ മാറണമെന്നാണ്, നാട് വിട്ടാലേ നിങ്ങൾ ഇനി നന്നാവുള്ളൂ. ചിലരങ്ങനെ ഉണ്ടാവും, ചിലർ വീട്ടിൽ നിന്നാലും പ്രശ്നമായിരിക്കും, അവിടെ അങ്ങനെയാണ്. ചില കുട്ടികളുണ്ട് അങ്ങനെ, അതുപോലെ കൂട്ടുകെട്ട് മോശമായിരിക്കും, മറ്റേതായിരിക്കും, പിന്നെ അതുപോലെ എത്ര ഉപദേശം കാര്യം ഉണ്ടാവില്ല, അതുപോലെ അങ്ങോട്ട് എണ്ണ പോകും. പിന്നെ നല്ല ഇവരൊന്നും കാണാത്ത സ്ഥലത്തേക്കാണ് മാറ്റുക, ഇവരൊക്കെങ്കിലും വിടുക. എന്നാൽ ഒരു പണ്ഡിതൻ പറഞ്ഞു, നിങ്ങളീ നാട് വിടണം, നല്ലൊരു നാട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അയാൾ നന്നാൻ വേണ്ടി പോകണം, പക്ഷെ വഴി വെച്ച് മരിച്ചു. അപ്പൊ ഒരു മലക്ക് വന്നു, മനുഷ്യന്റെ രൂപത്തിലാണ്, മനുഷ്യരൂപത്തിൽ ഒരു മനുഷ്യൻ, ഒരു മലക്ക് വന്നു. എന്നിട്ട് അളവെടുക്കുകയാണ്. അദ്ദേഹം പറയണ അളവെടുക്കാൻ, ഇയാള് പോകുന്ന നാട് എവിടെയാണ്, അവിടെ എത്തിയിട്ടില്ല, വന്ന നാട് എവിടെയാണ്, അത് രണ്ടും ഇവിടെ എത്തി അളവെടുക്കുക. അധികം ദൂരം നടന്ന് നീങ്ങിയിട്ടുണ്ടെങ്കിൽ, ഉദ്ദേശ നാട്ടിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ റഹ്മത്തിന്റെ മലക്ക് പിടിക്കട്ടെ, അല്ലെങ്കിൽ ശിക്ഷന്റെ മലക്ക് പിടിക്കട്ടെ. ഏതായാലും ഒരു മലക്ക് മനുഷ്യരൂപത്തിൽ വന്നിട്ടാണ് ആ പ്രശ്നം അവിടെ ആ നിലക്ക് പരിഹരിക്കണം. അപ്പൊ അവിടെ രൂപം മാറി വന്നിട്ടുണ്ട്. അതിൽ ഒന്നുകൂടി ഞാൻ പറയട്ടെ, 3 ആൾക്കാർ, ഇസ്രായേലിൽപ്പെട്ട 3 ആളുകൾ, അവരെ പരീക്ഷിക്കാൻ വേണ്ടി. ഒന്ന് അബറസ് എന്ന് പറഞ്ഞാല് വെള്ളപ്പാണ്ടുള്ള ആളാണ്. അക്കറ എന്ന് പറഞ്ഞാല് മുടി ഇല്ലാത്ത കശണ്ടി. ആമ എന്ന് പറഞ്ഞാൽ അന്തൻ. 3 ആളെയും പരീക്ഷിക്കുകയാണ്. അവരടുത്ത് മലക്ക് രൂപം മാറി വന്നു. അപ്പൊ ആദ്യം ആ വെള്ളപ്പാണ്ടുള്ള ആളടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ട സ്വത്ത്? അപ്പോൾ ആദ്യം പറഞ്ഞു, എൻ്റെ ഇതൊക്കെ ഒന്ന് പോയി കിട്ടണം, എന്നെ നല്ല നിറം വേണം, ഇത് വെള്ളപ്പാണ്ടായിട്ട് ആകെ വികൃതമായിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ശരിയായി കിട്ടണം. അപ്പൊ അദ്ദേഹം തടവി, ഈ മനുഷ്യരൂപത്തിൽ വന്ന മലക്കാണ് തടവിയത്. അതൊക്കെ സുഖമായി. ഇനി എന്താ സ്വത്ത് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് ഒട്ടകമാണ് വേണം, ഒട്ടകം. അപ്പോൾ ഒരു ഒട്ടകം കൊടുത്തു, നല്ല ഗർഭിണിയായി. പിന്നെ അത് അങ്ങനെ വളർന്ന് കുറേ ഉഷാറാണ്. പിന്നെ ഒരു താഴ്വര തന്നെ ഒട്ടകം ഉണ്ടായി അദ്ദേഹത്തിന്. വേറൊരുത്തൻ്റെ അടുത്ത് അയാള്, ഞാൻ പറഞ്ഞല്ലോ, ഈ പിന്നെ കശണ്ടി അയാളെടുത്ത് ഇങ്ങനെ എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചു. അതെങ്ങനെ നല്ല മുടി വേണം, അത് വേണം എന്നൊക്കെ പറഞ്ഞു. ഒക്കെ ശരിയായി. ഏതാ ധനം വേണ്ട, ഇവിടെ പശു വേണമെന്നാണ്. അവർ ഗർഭിണിയായ പശുവിനെ കൊടുത്തുന്നതാണ്. പിന്നെ അതിങ്ങനെ വളർന്നു ഉഷാറായി, കുറേ പശുക്കളുണ്ടായി. ഒരു താഴ്വര നിറയെ. അന്തൻ്റെ അടുത്ത് വന്നു, ദേവമാരി എന്താണ് നിങ്ങളുടെ ആവശ്യം? കാഴ്ച വേണം, തിരിച്ചു കിട്ടണം. അപ്പോൾ തടവിയോ കാഴ്ച തിരിച്ചു കിട്ടി. പിന്നെ നിങ്ങളെ സ്വത്ത് എന്താ വേണ്ടത്? എന്നൊക്കെ എനിക്ക് ആടാണ് വേണ്ടത്. അങ്ങനെ ഒരാടിനെ കൊടുത്തു. അതും ഒരുപാടുണ്ട്. പിന്നെ ഇതേ മലക്ക് തന്നെ രൂപം മാറിയാൻ തുടങ്ങുന്നു. അന്ന് വന്ന രൂപമല്ല, പിന്നെ ആദ്യത്തെ ആളെടുത്തത് വെള്ളപ്പാണ്ടുള്ള ആളെ രൂപത്തിലാണ് വന്നത്. എന്നിട്ട് ഞാൻ പാവമാണ്, കഷ്ടപ്പെട്ട ആളാണ്, വല്ലതും തരണം. വളരെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. അത് പ്രതിസന്ധിയാണ്, ഒരുപാട് ക്ഷീണമാണ്, അതാണ് അയാൾ കൊടുക്കണില്ല, അയാളൊന്നും കൊടുക്കണില്ല. യാത്രകളുടെ വല്ലതും തന്നാൽ മതി, അതൊന്നുമില്ല, ആകെ ക്ഷീണമാണെന്നൊക്കെ പറഞ്ഞു. അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ക്ഷീണമാണോ? ഒന്നുമില്ല. വരണിൻകുൻതൊക്കെ അധിപൻ
ഫസയ്യറക്കല്ലാഹു ഇലാ മാ കുൻത. കള്ളമാണ് പറയണമെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ആയിരുന്നത് അതുപോലെ അല്ല നിങ്ങളാക്കട്ടെ എന്ന്. അയാളെ പഴയ രൂപത്തിൽ തന്നെ തിരിച്ചുപോയി. രണ്ടാമത്തെ ആള് പശുവിനെ കൊടുത്തിരുന്ന ആളെടുത്ത് പോയി ഇങ്ങനെ അന്വേഷിച്ചു. യാത്രക്കാരനാണ്, ഇങ്ങനെ തരണം എന്നൊക്കെ പറഞ്ഞു. അയാളും ഇങ്ങനെ കഷ്ടപ്പാട് വരെയാണ്. ഇതൊക്കെ ഉണ്ടായിട്ട് ഒരു താഴ്വര മുഴുവനും സ്വത്തുണ്ടായിട്ട് അയാൾ കൊടുക്കണില്ല. അയാളും ഇങ്ങനെ പ്രതിസന്ധിയാന്നാ പറയണേ. അപ്പോൾ നിങ്ങൾ കള്ളമാണ് പറയണത്, നിങ്ങൾ പണ്ടെന്നോ നിങ്ങൾ അങ്ങനെ ആകട്ടെ. എന്നാൽ അന്ധൻ മാത്രമാണ് നല്ലത് പ്രതികരിച്ചു. അയാൾ പറഞ്ഞു, ഞാൻ വളരെ കഷ്ടപ്പെട്ട ആളെ ഇത് മുഴുവൻ തന്നു, ഒരു താഴ്വര മുഴുവൻ എനിക്ക് എൻ്റെ സ്വത്ത് വേണ്ടി എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അയാളുടെ അങ്ങനെ തുടർത്തി. നിങ്ങളെ മൂന്നാളും പരീക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. മറ്റേ രണ്ടാളും പഴയ രൂപത്തിൽ തന്നെ ആക്കിയെന്ന് പറഞ്ഞ ഹദീസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മലക്കുകളുടെ രൂപം മാറും. ആ ഭാഗം വേറെ ഉണ്ട്, ഇത് മാത്രമേ പറയണു. ജിബ്രീലൊക്കെ ദഹിയത്തുൽ കൽബിന്റെ രൂപത്തിൽ, ദഹിയത്തുൽ കൽബി ഒരു സുന്ദരനായ ഒരാളായിരുന്നു സഹാബിയുടെ കൂട്ടത്തിൽ. അപ്പൊ ജിബ്രീൽ ചിലപ്പം ദഹിയത്തുൽ കൽബിന്റെ രൂപത്തിൽ വരുമായിരുന്നു എന്നാണ്. അത് ഇവരോട് ഇങ്ങനെ സംസാരിക്കും, ചിലരത് മനുഷ്യനോട് സംസാരിക്കുക വിചാരിക്കും. പിന്നെ റസൂല് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുക. ഇനി അടുത്തത് അവരുടെ വേറൊരു പ്രത്യേകത പറയണേ. അവര് ലാ യഅ്കുലൂന വലാ യശ്റബൂന, അവർ തിന്നൂല കുടിക്കൂല. അത് നമ്മൾ പറയുന്ന ഇവന്റെ കഥയിൽ നമുക്ക് മനസ്സിലായി. ഒരു ഭക്ഷണം ഒന്നും വേണ്ട ആൾക്കാർ. അപ്പൊ അത് അങ്ങനത്തെ ഒരു ജീവികൾ. നമുക്കൊക്കെ ഒരു നേരം ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണ്. പക്ഷെ അവർക്ക് ഭക്ഷണം വേണ്ട, വെള്ളവും വേണ്ട. അതാണ് മലക്കുകളെ പറ്റി പരിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. കാരണം ഇബ്രാഹിം നബി വേറെ മുമ്പിൽ ഭക്ഷണം കൊണ്ടുകൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഭക്ഷണം കഴിക്കൂല എന്ന് പറയുന്നത്. അതാണ് അവരുടെ മറ്റൊരു പ്രത്യേകത. പിന്നെ വേറൊന്ന്, ലാ യമല്ലൂന വലാ യസ്തമൂന, അവർക്ക് മടുപ്പുണ്ടാവില്ല. മടുപ്പ് എന്നൊന്നില്ല, നിരന്തരം ഇബാദത്ത് കഴിച്ചു വിട്ടു. അവരെ പറ്റി അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. യുസബ്ബിഹൂന ലൈല വന്നാർ, അവരുടെ ഒരു പണി പറയും, രാത്രി പകലൊക്കെ തസ്ബീഹ് നടത്തും, അല്ലാഹുവിനെ വാഴ്ത്തും, പരിശുദ്ധപ്പെടുത്തും. ലാ യഫ്തുറൂൻ, അവർ ക്ഷീണിക്കൂല, അവർക്ക് യാതൊരു ക്ഷീണവും ഉണ്ടാവില്ല. മറ്റൊരു വചനം, ഫല്ലദീന ഇൻദ റബ്ബിക, നിന്റെ റബ്ബിന്റെ അടുത്തുള്ളവർ, അത് മലക്കുകളെ പറ്റി പറയുന്നത്. യുസബ്ബിഹൂന ലഹു ബില്ലൈലി വന്നഹാർ, രാത്രിയും പകലൊക്കെ അവർ തസ്ബീഹ് നടത്തിക്കൊണ്ടിരിക്കും. വഹും ലാ യസ്അമൂൻ, അവർക്ക് യാതൊരു മടുപ്പും ഉണ്ടാവില്ല, നിരന്തരം ഇബാദത്ത്. അപ്പോ അങ്ങനെയാണ് അവരെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നർത്ഥം. ഇനി അവരുടെ എണ്ണം പറയാം. അവരുടെ എണ്ണം വേറെ എല്ലാ സൃഷ്ടികളെക്കാളും ഏറെ ഉണ്ടാവും. ആലോചിച്ച് നോക്കി, അങ്ങനെ ഉണ്ടാവും. ഖുർആൻ പറഞ്ഞു, വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാ, നിന്റെ റബ്ബിന്റെ സൈന്യങ്ങളെ റബ്ബിന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ റബ്ബിന്റെ ഒരു സൈന്യം എന്ന നിലയ്ക്കൊക്കെയാണ് മലക്കുകളെ പറ്റി പരിചയപ്പെടുത്തുന്നത്. ബദറിലൊക്കെ അവരറിഞ്ഞിട്ടുണ്ട്. ബദർ യുദ്ധത്തിൽ അവരറിഞ്ഞു വന്നതൊക്കെ ഖുർആനിലും ഹദീസിലൊക്കെ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതുപോലെ വേറെയും അഹ്സാബ് യുദ്ധത്തിലൊക്കെ മലക്കുകളുടെ സഹായം ആയിട്ടുണ്ട്. പിന്നെ റബ്ബിന്റെ സൈന്യങ്ങളിൽ പെട്ടാണ് കാറ്റടിച്ചിട്ടും ചില ആൾക്കാരെ അള്ളാഹു പല രൂപത്തിൽ ചെയ്യും. ഇനി ഇവിടെ അവരുടെ എണ്ണത്തെ പറ്റി പറയാണ്. ഒരു ഹദീസിലുണ്ട്, ഇസ്രായിനെ പറ്റി പറഞ്ഞ മിഅ്റാജിനെ പറ്റി പറഞ്ഞപ്പോഴുള്ള ഹദീസിൽ, ഇന്നൽ ബൈത്തുൽ മഅമൂർ, ബൈത്തുൽ മഅമൂർ എന്നൊരു ഭവനമുണ്ട്, 7ാമത്തെ ആകാശത്തിലാണ്. അത് ഇന്ന് നമ്മൾ മനുഷ്യന്മാരൊക്കെ മക്കയിൽ കഅബയിൽ പോയി ആരാധനകൾ ചെയ്യണ മാതിരി മലക്കുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭവനമാണ്, അള്ളാഹ് നിശ്ചയിച്ചു കൊടുത്ത ഭവനാണ് അൽ ബൈത്തുൽ മഅമൂർ എന്ന് പറയുന്നത്. ബൈത്തുൽ മഅമൂർ അതിൽ യദ്ഖുലുഹുൽ യൗം സബൂന അൽഫ് മലക്ക്, എല്ലാ ദിവസവും 70,000 മലക്ക് അതിൽ വരും. നിത്യവും 70,000 മലക്ക് വന്നിട്ട് അവിടെ ഇബാദത്തും തവാഫൊക്കെ ആയിട്ട് കഴിച്ചു കൂട്ടി ഒരു പോകും. എന്നിട്ട് ലാ യഊദൂന ഇലൈഹി, പിന്നെ അതിലേക്ക് ഒരു ചാൻസ് ഉള്ള ഒരു മലക്കിന്. ഒരു ദിവസം 70,000 വന്നവർക്ക് പിന്നെ ചാൻസ് ഇല്ല. പിറ്റേ ദിവസം വേറെ 70,000. ഇത് ഖിയാമത്ത് നാൾ ഒരേ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എന്നാ ലോകത്തിന്റെ തുടക്കം. മലക്കുകൾ വാങ്ങുന്നത് വരുന്നതിന് മുമ്പ് ഇവിടെ മലക്കുകളുടെ ഉറപ്പാണ്. എന്നാ സൃഷ്ടിച്ച് നമുക്ക് അറിഞ്ഞോളാം.
അന്ന് മുതൽ തുടങ്ങിയതാണ് അവരുടെ ഈ ഇബാദത്ത് ബൈത്തുൽ മാമൂറിൽ. നിത്യവും 70,000 മലക്കുകൾ അവിടെ വന്ന് ആരാധനകൾ ചെയ്തിട്ട് മടങ്ങി പോകുന്നുണ്ട്. അത് ഹത്താ തഖൂമസ ഖിയാമത്ത് വരെ അതുണ്ട്. അത് മുത്തഫഖുൻ അലൈഹിയായ ഒരു ഹദീസാണ്. ബുഖാരിൻ്റെയും മുസ്ലിമിൻ്റെയും ഹദീസിൽ വന്ന വിഷയമാണ് പറയുന്നത്. അത് എത്ര മലക്കാർക്ക് എണ്ണാൻ പറ്റുമ്പോൾ കാരണം എന്നാൽ ലോകം അവസാനിക്കാൻ നമുക്കറിയില്ല. എന്നാൽ പിന്നെ നമുക്കൊരു ഇൻഡിവിജ്വൽ ഓക്കെ, എന്നാലും പറ്റില്ല. നമ്മളെ ഇതിനുള്ളിൽ നടങ്ങൂല. അത് അതിന് എത്ര പൂജയാണ് ഇടേണ്ടത് നമുക്കറിയില്ല. അത് വായിക്കാനും കിട്ടില്ല. മാത്രമല്ല ഖിയാമത്തൊന്നും അത് അറിയില്ല. കാരണം അതുവരെ 70,000 മലക്കുകൾ വന്നുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ ഇനി നരകത്തെ കൊണ്ടുവരുന്ന മലക്കുകളുണ്ട്. ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടികളുണ്ടാകും. അള്ളാഹു ഒരു സന്ദർഭത്തിൽ ഏൽപ്പിക്കും. നരകത്തെ കൊണ്ടുവരും. ആ നരകത്തിന് സബൂന അൽഫ് സിമാം ഉണ്ടാവും. 70,000 കടിഞ്ഞാനുണ്ടാവും. ഭയങ്കര കടിഞ്ഞാൻ പിടിച്ചു വലിച്ചു കൊണ്ടുവരാൻ. അതാണെങ്കിലും ഭയങ്കര മല്ലന്മാരായ മലക്കുകൾ കൊണ്ടുവരികയാണെങ്കിൽ തന്നെ കുറച്ചൊന്നും മലക്കൾ പോരാ. പിന്നെയോ മാകുല്ലി സിമാം സബൂന അൽഫ് മലക്ക് 70,000 കടിഞ്ഞാണ്ടാണ്. ഓരോ കടിഞ്ഞാണ്ട് 70,000 മലക്കുകൾ പിടിച്ചു വലിച്ച് നരകത്തെ കൊണ്ടുവരും. അത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുള്ളതാണ്. അപ്പോൾ അതിൽ നരകത്തിൻ്റെ ഭയാനകത കിട്ടും, അതിൻ്റെ വലിപ്പം. അതിൻ്റെ എത്ര എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദത്തെ പറ്റി പറഞ്ഞെന്താ, അത് അതിലേക്ക് എന്തോ കല്ല് പാറ പതിച്ചതാണ്. അത് എത്ര 70,000 വർഷം മുമ്പ് അതിലേക്ക് പോയിക്കൊണ്ടേയിരുന്ന സാധനമാണ്. ഇപ്പോഴാണ് പതിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത്രയും വലിപ്പമുണ്ട്, വിശാലത ഉണ്ട് നരകത്തിന് കിട്ടും. ആ നരകത്തെ പിടിച്ചു വലിച്ചു കൊണ്ടുവരാൻ ഇത്രയേറെ മലക്കുകൾ വേണ്ടി വന്നു. വലിപ്പം പറയുമ്പോൾ ഒരു ഹദീസിലുണ്ട്, ആകാശത്തിനൊരു ശബ്ദമുണ്ടെന്ന്. ആകാശത്തിനൊരു ശബ്ദം, അത് മലക്കുകളുടെ വലിപ്പം പറയാൻ വേണ്ടിയിട്ട്. അത്രയേറെ ആകാശത്ത് നിറഞ്ഞു നിൽക്കുകയാണ് മലക്കുകൾ. കാരണം 4 വിരൽ വെക്കാൻ പറ്റുന്ന സ്ഥലം 4 വിരൽ വെക്കുന്നോട് മലക്കുകൾ നിൽക്കുമെന്ന അർത്ഥത്തിലായിരിക്കില്ല. എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം അവിടെ കാലില്ല. അവിടെ ഒക്കെ ഒരു മലക്ക് സുജൂദ് ചെയ്യുക, റുക്കൂ ചെയ്യുക, ആരാധന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ആകാശം എത്ര വിശാലാണ്. അവിടെ ഒക്കെ മലക്കുകൾ ബാത്ത് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ എണ്ണത്തെ അവർ സൂചിപ്പിക്കാനുള്ളതാണ് ഈ പറഞ്ഞത്. ഇനി അടുത്ത കാര്യം, അവരെ പറ്റി വന്നതൊക്കെ നമ്മൾ അങ്ങനെ വിശ്വസിക്കണം. അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഇതൊക്കെ വൈബിയായ കാര്യമാണ്. വൈബിയായ കാര്യം നമുക്കൊന്നും അറിയില്ല. നമ്മളറിയാത്തത് അറിയിക്കാനാണ് നബിമാർ പറഞ്ഞിരിക്കുന്നത്. അവർ പറയണ അങ്ങനെ തന്നെ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഇനി അവരുടെ പേരുകൾ, മലക്കുകളുടെ പേര് കുറിച്ച് പറയാൻ പോവാണ്. ഒന്ന് ജിബ്രീൽ. ഈ ജിബ്രീൽ അല്ലാഹ് റൂഹുൽ ഖുദ്സ് എന്ന് പറഞ്ഞു. ചില സ്ഥലത്തൊക്കെ റൂഹുൽ ഖുദ്സ് എന്ന് പറയും, ചിലത്ത് റൂഹ് എന്ന് പറയും. തനസ്സലുൽ മലായികത്തു വറൂഹ്, അതൊക്കെ ജിബ്രീലിനെ പറ്റി പറയണം. നസ്സലഹു റൂഹുൽ ഖുദ്സ് എന്ന സ്ഥലത്ത് അതും ജിബ്രീൽ, റൂഹുൽ ഖുദ്സ് ഖുർആനിൽ നമുക്ക് പറഞ്ഞു തന്നതാണ്. അപ്പോൾ വലിയ മഹത്വമുണ്ട്. മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ളത് ജിബ്രീലിനാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് ഏറ്റവും മഹത്വമുള്ളത്. അദ്ദേഹത്തെ പറ്റി ഒരായത്തിൽ 6 വിശേഷണങ്ങൾ ഖുർആൻ പറഞ്ഞു. ഒന്ന് ഇന്നൗലഖൗലു റസൂലിൻ കരീം, റസൂൽ എന്ന് പറഞ്ഞു ദൂതൻ, കരീം മാന്യനാണ്, ദീഖുവത്ത് നല്ല ശക്തിയുള്ള ആളാണ്. ജിബ്രീൽ ഇന്ദദിൽ അർശി മക്കീൻ, സിംഹാസനത്തിന്റെ ഉടമയായ റബ്ബിന്റെ അടുത്ത് നല്ല സ്ഥാനമുള്ള ആളാണ്. മുത്തായിൻ, അനുസരിക്കപ്പെടുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറ്റുള്ള മലക്കുകളൊക്കെ അനുസരിക്കും. സുമ്മ അമീൻ, പിന്നെ വിശ്വസ്തനുമാണ്. അപ്പൊ 6 വിശേഷണങ്ങൾ സൂറത്ത് തക്വീറിൽ പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറ്റി പറഞ്ഞു. മറ്റൊരു അല്ലമഹു, നബിയെ പഠിപ്പിച്ചു, ശദീദുൽ ഖുവ, നല്ല ശക്തിയുള്ള ആളാണ്, അത് ജിബ്രീലാണ്. ദൂ മിർറത്തിന്, അദ്ദേഹം നല്ല ഭംഗിയുള്ള ആളാണ്. ജിബ്രീലിനെ പറ്റി കുറെ വിശേഷങ്ങളായി.
പൊതുവെ മലക്കളെ പറ്റി ഭംഗിയുള്ളവർ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ജനങ്ങൾക്കിടയിൽ ഒരു ഇതുണ്ട്, അതിന് എതിർപ്പുകളൊന്നും വന്നിട്ടില്ല. എന്താ ചോദിച്ചാൽ ഇപ്പൊ പിന്നെ യൂസുഫ് നബിന്റെ കഥ പറഞ്ഞെടുത്തുണ്ട്. യൂസുഫ് നബിനെ അവിടെയുള്ള അദ്ദേഹം താമസിക്കുന്ന വീട്ടിലെ സ്ത്രീ തെറ്റിന് ക്ഷണിച്ചു. അപ്പൊ അവരെന്ത് ചെയ്തു? പട്ടണത്തിലെ പെണ്ണുങ്ങളൊക്കെ ആ സ്ത്രീനെ കുറ്റം പറഞ്ഞപ്പോ ആ സ്ത്രീ എന്ത് ചെയ്തു? സുലൈഖ നല്ലൊരു വിരുന്നൊരുക്കി, പഴങ്ങളൊക്കെ അതിലുണ്ട് വിരുന്നിൽ. ഒരു കത്തി കൊണ്ട് ഇങ്ങനെ മുറിച്ചു തിന്നണം, കത്തിയൊക്കെ കൊടുത്തെല്ലാവർക്കും. എന്നിട്ട് യൂസുഫ് നബിയോട് അതിലൂടെ കടന്നു പോകാൻ പറഞ്ഞു. കണ്ടപ്പോൾ അവരെല്ലാവരും അത്ഭുതപ്പെട്ടു. അങ്ങനെയാണ്, അത്ഭുതപ്പെട്ടു. അപ്പൊ അവര് പറയണം, മാഹാദാ ബഷർ, ഇത് മനുഷ്യനല്ല കേട്ടോ. ഇൻഹാദാ ഇല്ലാ മലക്കും കരി, ഇത് മാന്യനായൊരു മലക്കാണ്. മനുഷ്യർക്കും ഇത്ര സൗന്ദര്യം ഉണ്ടാവില്ല. അപ്പൊ ഞങ്ങൾക്കിടെ അറിയപ്പെട്ടാണ് മലക്കളൊക്കെ നല്ല സുന്ദരന്മാരായിരിക്കും എന്ന നിലക്ക് ഇത് വെച്ചിട്ടൊക്കെ പറയലുണ്ട്. അപ്പൊ അവരുടെ ഭംഗിയെ പറ്റി, ഏതായാലും ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ പറ്റി ഭംഗിയുള്ളവൻ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മനാസിലും അവരുടെ വാസസ്ഥലം, ശരിക്കും അവർ ഇറങ്ങിയൊക്കെ വരികയും അവർ ശരിക്കുള്ള വാസസ്ഥലം അള്ളാന്റെ അടുത്ത്. ഫല്ലദിന ഇന്ദ റബ്ബിക എന്ന ഖുർആൻ പറഞ്ഞ ഇന്ദ റബ്ബ് വൈനസ്തഖൂർ, അവരഹങ്കരിച്ചാൽ ഈ മനുഷ്യരും ജിന്നുകളും ഒക്കെ ആരാധനക്കുറപ്പ് പറഞ്ഞ ജീവിക്കാതിരിക്കുകയാണെങ്കിലും ഫല്ലദിന ഇന്ദ റബ്ബ്, നിന്റെ റബ്ബിന്റെ അടുത്തുള്ള മലക്കുകൾ യുസബ്ബിഹൂന ലഹു ബില്ലൈലി വന്നഹാർ, രാത്രി പകലൊക്കെ അവര് തസ്ബീഹ് നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അവര് അവർക്ക് യാതൊരു മടുപ്പില്ല. സൂറത്ത് ഫുസ്സിലത്തിൽ ഉള്ളതാണ്. അപ്പൊ ജിബ്രീലിനെ പറ്റി പറഞ്ഞു, അദ്ദേഹത്തിന്റെ പേര് നമ്മൾ പറഞ്ഞു. ഇനി പിന്നെ പേര് വന്നതാണ്. പേര് വന്നതൊക്കെ അങ്ങനെ തന്നെ വിശ്വസിക്കാം. എല്ലാരും പേര് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. കുറച്ച് മലക്കൾ റൂഹുൽ അമീൻ വന്നിട്ടുണ്ട്, അങ്ങനെയും വന്നിട്ടുണ്ട്. പിന്നെ റൂഹിന്റെ ഒരു വിശേഷണമായിട്ട് പിന്നെ എന്താ പറയാ, വിശ്വസ്തൻ. വേറെ അമീൻ പറഞ്ഞ് നമ്മൾ കണ്ടു, മുത്തായി സമ അമീൻ. അള്ളാന്റെ അടുത്ത് തന്നെ, അതിൻ്റെ അടുത്ത് ആകാശം എന്ന് പറയാം. അവരുടെ വാസസ്ഥലം ആകാശത്തിൽ. വള്ള എവിടെ വെച്ചാൽ നമ്മൾ പറയും ഫിസ്സമ എന്ന് പറയും, ആകാശത്തിൽ പറയും. അങ്ങനെയല്ല പറയാം, ആകാശത്തിൽ. അപ്പൊ ആകാശത്തിന്റെ ഉള്ളിലാണ് അങ്ങനെ പറയുന്നത്. ആകാശമ എന്ന് പറഞ്ഞാൽ മുകളിൽ, മുകളിൽ. അപ്പൊ റബ്ബിന്റെ അർശിലാണ് റബ്ബ്. അർശിനെ വഹിക്കുന്ന മലക്കളെ പറ്റി പറഞ്ഞു. അപ്പൊ മലക്കൾ വഹിക്കുന്നുണ്ട്, അവിടെയൊക്കെ ഉണ്ടാവും. എവിടെയെന്ന് ചോദിച്ചാൽ ആകാശത്ത് എന്ന് പറയും. അപ്പൊ ആകാശം അതിര് പറയാൻ പറ്റൂല, അതിരും നമുക്ക് പറയാൻ പറ്റൂല. എങ്ങനെയാണ് അത്ര ഉയരാണ് ആകാശം? അവരുടെ വാസസ്ഥലം എന്നാണ് ആകാശത്തിൽ, റബ്ബിന്റെ അടുത്ത്. അപ്പൊ റബ്ബ് എവിടെ വെച്ചാൽ അല്ലാഹു ഫിസ്സമാ എന്നാണ് പറയാം. അപ്പൊ റബ്ബിന്റെ അടുത്താണ് മലക്കുകളുടെ താമസം. ഇനി മീകായിലും ഇസ്രാഫീലും ഇതൊക്കെ ശരിക്ക് വന്നതാണ് പേരുകൾ, ചില മലക്കളുടെ പേര്. ഇത് വന്നത് ഇങ്ങനെ, കുൽമൻ കാന അദുവ്വൻ ജിബ്രീൽ, ജിബ്രീലിന്റെ ശത്രുവാണ്. ജൂതന്മാരൊക്കെ ജിബ്രീലിന്റെ ശത്രു എന്ന് പറയുന്നത്. അവരന്തമില്ല, അല്ലെങ്കിൽ മലക്കളോടൊക്കെ ആരോ ശത്രുവാകുമോ? അത് ഞങ്ങളെ ശത്രുവാണെന്നാണ് അവർ പറയുന്നത്. എന്നിട്ട് മൻഖാന അദുവ്വല്ല, ആരെങ്കിലും അള്ളാന്റെ ശത്രുവായ മലായിക്കത്തി, മലക്കുകളോടും റുസുലി, അവന്റെ ദൂതന്മാരോടും, പിന്നെ ജിബ്രീൽ, ജിബ്രീലിനോടും, മീകായിലിനോടും. അപ്പൊ ഫൈനൽ അദുവ്വലിൽ അള്ളാഹ് കാഫിറുകളുടെ ശത്രുവായിരിക്കും എന്ന് പറഞ്ഞു. അവിടെ ഖുർആൻ തന്നെ പറഞ്ഞു രണ്ട് മലക്കിന്റെ പേര്, ജിബ്രീലും മീകായിലും. അത് ഖുർആൻ പറഞ്ഞു. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട 3 മലക്കുകളാണ്. ഇവിടെ ഇമാം ഇബ്നുൽ ഖയ്യിം അത് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനോട് കൂടെ മീകായിലിനെയും ഇസ്രാഫീലും ചേർത്തിട്ടുണ്ട്. 3 മലക്കായി, ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ. ഇസ്രാഫീൽ ഹദീസിൽ വന്നതാണ്. ഒരാള് ആയിഷാബിനോട് ചോദിക്കുകയാണ്, ബിഅയ്യി ശൈഇൻ കാന നബിയുല്ലാഹ് യഫ്തതിഹു സ്വലാത്തഹു ഇദാ ഖാമ മിനൽ ലൈൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കരിക്കുമ്പോൾ ഇസ്തിഫ്താഹിന്റെ പ്രാർത്ഥന എങ്ങനെയാണ് നിർവഹിക്കൽ? നമ്മൾ നിസ്കാരത്തിൽ വജ്ജത്ത് ചൊല്ലും. നമ്മള് അല്ലാഹുമ്മ ബാഇദ് ബൈനി ചൊല്ലും.
അല്ലെ സുബ്ഹാനക്കല്ലാഹി തബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. അങ്ങനെ കുറേ സ്ഥിരപ്പെട്ടാണ് ഇസ്തിഫ്താഹിന്റെ ദുആ. എന്നും വച്ചതിന് ചെല്ലണ്ട, ഇടയ്ക്ക് മാറ്റണം. അള്ളാഹു വായ്ത് വരും വജ്ജത്ത് ചെല്ലിയാൽ ഒക്കെ ചെല്ലില്ല. നമ്മളതിന് പൗതി വാനവനൽ മുസ്ലിം കഴിഞ്ഞിട്ടുണ്ട് കുറേ. എന്നാൽ മറ്റോ കുറച്ചുള്ളൂ. അള്ളാഹു വായ്ത് വൈനി കുറച്ചുള്ളൂ. പിന്നെ സുബ്ഹാനക്കല്ലാഹുമ്മ അത് ശരിക്ക് ഉർഹത്താവ് ഉറക്ക ചൊല്ലിയിരുന്നു, എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും കേൾക്കാൻ വേണ്ടി ഉറക്ക ചൊല്ലുക. അപ്പം അതിനെപ്പറ്റി ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ പറയുന്നുണ്ട്, പല കാരണങ്ങൾ കൊണ്ടും ഇതിനാണ് ഞാൻ ഒന്നാം സ്ഥാനം കൊടുക്കണമെന്നാണ്. ഇസ്തിഫ്താഹിന്റെ പ്രാർത്ഥന ഒന്നാം സ്ഥാനം കൊടുക്കണേ. സുബ്ഹാനക്കല്ലാഹു ബിഹംദി, സുബ്ഹാനക്കല്ലാഹുമ്മ ഞാൻ പറഞ്ഞില്ലേ, സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദി തബാറക ഇസ്മുക വതആല. അതിൽ മറ്റേതുണ്ടല്ലോ, മറ്റേക്ക് മാറി സുബ്ഹാനക്കല്ലാഹു ബിഹംദി തബാറക ഇസ്മുക വതആല ചെന്നല്ലേ. പിന്നെ കഫാറത്തുൽ മജ്ലിസ് ഉണ്ടല്ലോ, അതൊക്കെ അങ്ങനെ മാറാതെ ശ്രദ്ധിക്കണം. അപ്പൊ അതിലെന്താ കാരണം എന്ന് ചോദിച്ചാൽ, ഇമാം ഇബ്നുൽ ഖയ്യിം അഹ്മദ് ഇബ്നു ഹംബലിനെ ഉദ്ദേശിച്ചിട്ട് പറയുന്നത് അതിലൊന്ന് സനാഹാണ്. അതിൽ സനാ പ്രാർത്ഥനയല്ല. പ്രാർത്ഥന റബ്ബിന് വലിയ ഇഷ്ടമാണ്. അതിനേക്കാൾ ഇഷ്ടമാണ് സനാ എന്ന് പറയുന്നത്. സനാ പുകഴ്ത്തൽ, സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നൊക്കെ പറയണൊക്കെ സനാണ്, റബ്ബിനെ പുകഴ്ത്തലാണ്. ഇത് പ്രാർത്ഥനയെക്കാട്ടിലും ഇഷ്ടമാണെന്ന് പറയുന്നത്. രണ്ടുണ്ട് കേട്ടോ, ഒന്നും ഇതാക്കില്ല. പക്ഷേ ദുആനേക്കാളും അള്ളാഹ്ക്ക് ഇഷ്ടം സനാണ്. അതുകൊണ്ടാണ് സൂറത്തുൽ ഇഖ്ലാസ് 3:1 സമമായതെന്ന് പണ്ഡിതന്മാർ പറയുന്നത്. സൂറത്തുൽ ഇഖ്ലാസ് 3 ഖുർആൻ ഒക്കെ കൂലിട്ട് ഇത്ര എളുപ്പമാണ്. എന്നാൽ അതിൽ സ്വർഗ്ഗം നരകം എന്നല്ല വിഷയം. അതിൽ പ്രാർത്ഥനയില്ല. ഈ റബ്ബിനെ പരിചയപ്പെടുത്തുക, റബ്ബിനെ മഹത്വപ്പെടുത്തുക. സുബ്ഹാനല്ലാഹ് സനാഅല്ലേ, തസ്ബീഹ് സനാഅ, അൽഹംദുലില്ലാഹ് സനാഅ. ഇവിടെ സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക, അതിൽ തസ്ബീഹ് വന്ന് ഹംദും വന്നു. വതബാറക ഇസ്മുക, നിന്റെ നാമം അനുഗ്രഹീത പൂർണ്ണമായി. ഇതൊന്നും പ്രാർത്ഥനയല്ല, റബ്ബിനെ വാഴ്ത്തുകയാണ്. വതആല ജദ്ദുക, നിന്റെ മഹത്വം ഉന്നതമായിരിക്കുന്നു. വതആല ജദ്ദുക അപ്പോൾ പറയാൻ എളുപ്പമാണ്. അപ്പൊ അതൊക്കെ ഇടയ്ക്ക് മാറ്റി ചെല്ലാൻ വേണ്ടി ഞാൻ പറഞ്ഞോളൂ. സാധാരണ കേട്ട് ആ പ്രാർത്ഥന നമ്മൾ നടത്തണം എന്ന് ഉറപ്പില്ല, എപ്പോഴും പ്രാർത്ഥിക്കണം. അപ്പോൾ അതിനേക്കാൾ ആയത്തുൽ കുർസി, ആയത്തുൽ കുർസി ഖുർആനിലെ ഏറ്റവും മഹത്തായ വചനമാണ്. ആവമായ ഫിൽ ഖുർആൻ, ഖുർആനിലെ ഏറ്റവും മഹത്തായ ആയത്ത് അത് ആയത്തുൽ കുർസിയാണ്. അതിൽ സ്വർഗ്ഗ വിഷയമില്ല, നരക വിഷയമില്ല, പ്രാർത്ഥനയില്ല. ഇതിലൊക്കെ റബ്ബിനെ വാഴ്ത്തുകയാണ്. റബ്ബിന്റെ വിശേഷങ്ങളോ നാമങ്ങളുണ്ട്, 5 നാമങ്ങളുണ്ട്, കുറെ വിശേഷങ്ങളുണ്ട്. അപ്പൊ അതിന് വലിയ സ്ഥാനം കൂടും. അതുകൊണ്ടാണ് ഞാനിത് ഒന്നാം സ്ഥാനം കൊടുക്കണമെന്ന് അഹ്മദ് ഇബ്നു ഹംബൽ പറഞ്ഞു. മുഹത്താവ് ഉറക്കെ ചെല്ലലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് നമ്മളെപ്പോഴും വജ്ജത്ത് മാത്രമല്ല, അല്ലാഹു വായ്ദ ബൈനഹത്തായ ബൈനൽ മുശ്രിക്കി എനിക്ക് വന്നതൊക്കെ നമുക്ക് നോക്കിയിട്ട് ഷെയ്ഖ് അൽബാന്റെ ബുക്കിൽ ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. സിഫത്തു സലാത്ത് നബി എന്ന ഗ്രന്ഥത്തിൽ നബിയുടെ നമസ്കാരം, അതിൽ ഇസ്തിഫ്താഹിന്റെ പ്രാർത്ഥനകളൊക്കെ കൊടുക്കുന്നുണ്ട്. അതിൽ നമുക്ക് കാണാൻ പഠിക്കാൻ പറ്റിയൊക്കെ പഠിക്കുന്നുണ്ട്, ഒന്നെങ്കിലും പിടിച്ചൂടെ. അവിടുന്നാണ് പോയത്. അപ്പൊ രാത്രി ആയിഷാബിയോട് ഒരാൾ ചോദിക്കുകയാണ്, പിന്നെ രാത്രി നിസ്കാരത്തില് ഖിയാമുൽ ലൈലി, തഹജ്ജുദ് അവിടെ എങ്ങനെയാ ഫാത്തിഹ സൂറത്തിന് മുമ്പുള്ള പ്രാർത്ഥനകളാണ് ഇസ്തിഫ്താഹിന്റെ ആദ്യ റക്അത്തില്. അപ്പൊ ആയിഷാബി പറഞ്ഞു, അവിടെ ചെല്ലൽ ഈ പറഞ്ഞതൊന്നല്ല. അവിടെ അല്ലാഹു റബ്ബ ജിബ്രായിൽ വമീകായിൽ വഇസ്റാഫീൽ ഫാത്തിറ സമാവാതി വൽ അർദ് ആലിമുൽ ഗൈബി വശഹാദ അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ ഇഹ്ദിനി ലിമാ ഇഖ്തലഫ ഫീഹി മിനൽ ഹഖ് ബിഇذനിക ഇന്നക തഹ്ദി മൻ തശാ ഇലാ സിറാത്തിൻ മുസ്തഖീം. അത് ഇമാം മുസ്ലിമിന്റെ ഹദീസാണ്. അപ്പൊ രാത്രി നിസ്കാരത്തില് നമ്മൾ ഇസ്തിഫ്താഹിന്റെ പ്രാർത്ഥന ഇതാണ് ചൊല്ലേണ്ടത്. ഇവിടെ പ്രധാനപ്പെട്ട 3 മലക്കുകളുടെ പേര് വിഷയത്തോടാണ്. റബ്ബ് ജബ്രായിൽ, ജിബ്രീലിന്റെ റബ്ബേ, മീകായിലിന്റെ റബ്ബേ, ഇസ്രാഫീലിന്റെ റബ്ബേ. ഒക്കെ റബ്ബ്, ഇതൊക്കെ റബ്ബിനെ മഹത്വപ്പെടുത്തണാണ്. ഫാത്തിറ സമാവാത്, അത് തന്നെ ആകാശങ്ങളെ സൃഷ്ടിച്ചവനെ, വല്ലർ ഭൂമിനെ, ആലിമുൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവും അറിയുന്നവനെ. ഇതൊക്കെ തവസ്സുലാക്കാന്ന് പറയാം. അള്ളാഹുവിന്റെ നാമങ്ങൾ വെച്ചിട്ട് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന
എന്ന് പറഞ്ഞാൽ പൊതുവോബി എന്താ ഏറ്റവും നല്ല നാമങ്ങൾ അല്ലാക്കണ്ട, അത് വെച്ച് പ്രാർത്ഥിക്കുക. ഫാത്തിഹ സൂറത്തിൽ അങ്ങനെയാണ് ആദ്യം തുടക്കത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പൊ ഹമീദനി അബ്ദി, എൻ്റെ റബ്ബിനെ സ്തുതിച്ചു, അല്ല എൻ്റെ അടിമനെ സ്തുതിച്ചു. അർ-റഹ്മാനിർ റഹീം, മാലിക്, ഒക്കെ റബ്ബിന്റെ നാമങ്ങളാണ്. എന്നിട്ട് പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ചോദിക്കണം. അതാണ് തവസ്സുൽ, റബ്ബിന്റെ നാമങ്ങൾ ആദ്യം പറഞ്ഞിട്ട്. ഇവിടെ അങ്ങനെയാണ്. എന്നിട്ട് അവസാനം പറയുന്ന വിഷയം എന്താണ്? ജനങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളിൽ സത്യത്തിലേക്ക് എന്നെ നീ നയിക്കണമേ. നബി സത്യത്തെ നമ്മളെ പഠിപ്പിക്കണേ. കാരണം പല വിഷയത്തിൽ ആശയക്കുഴപ്പമൊക്കെ ഉണ്ടാകും. പിൽക്കാലത്താണ് ഈ വിധത്തിന്റെ കക്ഷികൾ വന്നിട്ട് ആകെ വസ്വാസം ഉണ്ടാക്കാം. പലരും പറയുന്ന പോലെ വാചാലത കണ്ട ശരി തന്നെ തോന്നുന്നു, ചില ആൾക്കാർ പറഞ്ഞിട്ട് നേരെ തന്നെ തോന്നുന്നു. അതിനുള്ള എല്ലാ വാചക കസർത്തുണ്ടാകും. ചില സത്യം ചെയ്തും പറയും ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നാടന്മാരായ ആൾക്കാരൊക്കെ കുടുങ്ങോ ഏതാ ശരിയെന്ന് അറിയാതെ. അപ്പൊ നമ്മളിത് മൃതം ഉറക്കുന്ന എഴുന്നേറ്റാലൊക്കെ പറയേണ്ട ഒരു പ്രാർത്ഥന കൂട്ടത്തിൽ ഒന്നാണിത്. എനിക്ക് ശരി കിട്ടണം, അതിനു വേണ്ടി ചോദിക്കണം. അപ്പൊ ഇവിടെ 3 മലക്കുകളെ പറഞ്ഞു. എന്നിട്ട് ഇതിനെപ്പറ്റി പിന്നെ ഇമാം ഇബ്നുൽ ഖയ്യിം പറയാണ്, ഈ 3 മലക്കുകളാണ് മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ളവർ. 3 കൂട്ടരുടെയും ജോലി ജീവനുമായി ബന്ധപ്പെട്ടതാണ്. ജീവൻ. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ജോലി വഹി കൊടുക്കലാണ്. അതുകൊണ്ട് മനുഷ്യരുടെ ആത്മാവിന് ജീവൻ കിട്ടും. ജീവനുള്ളവര് വഹി കിട്ടിയാലേ യഥാർത്ഥ ജീവൻ ഉണ്ടാവുള്ളൂ. മറ്റൊക്കെ മരിച്ച റൂഹുകളാന്ന് പറയാം. അതാണ് ഒന്ന്. പിന്നെ മീകായിലിന്റെ ഉത്തരവാദിത്തം മുവക്കൽ ബിൽ ഖത്തർ, മഴ, വന്നബാദ്, ചെടികൾ, ഇതൊക്കെയാണ് മീകായിൽ ഏൽപ്പിച്ചത്. അപ്പൊ മരിച്ചു കിടക്കുന്ന ഭൂമി മഴ വരുമ്പോ അങ്ങനെ ജീവനുള്ളതായി വരും, ജീവിച്ചിങ്ങനെ വരും. അതും ജീവൻ തന്നെ. പിന്നെ അടുത്ത മലക്ക് ഇസ്രാഫീലാണ്. ഇസ്രാഫീലിന്റെ പണി ജീവനുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അത് ഇസ്രാഫീലിനെ ഏൽപ്പിച്ച പണി. ഒറ്റ പണി അദ്ദേഹത്തെ കിട്ടിയിട്ടുള്ളൂ തോന്നുന്നുണ്ട് കണ്ടിട്ട്. അള്ളാഹു ആരട്ടോ. കാരണം അദ്ദേഹം എന്താ ചെയ്യുന്നറിയാം. കൈഫ എന്ന് തിരുമേനിക്ക് പറയാണ്, ഞാൻ എങ്ങനെ സമാധാനത്തിൽ ജീവിക്കും. സ്വാഹിബുൽ ഖർൻ, ആ കൊമ്പ് കാഹളം നൽകപ്പെട്ട മലക്ക് ഇസ്രാഫീൽ, ഖദിൽ തഖമൽ ഖർൻ, അത് വായിൽ വെച്ചിട്ടുണ്ട് ഊതാൻ വേണ്ടിയിട്ട്. അവ ഒരൊറ്റ ഊത്ത് കൊണ്ട് ലോകം മുഴുവനും തകർക്കും. ഇത്ര ശക്തി ഇരിക്കുക എന്താണെന്ന് നമുക്കറിയില്ല. ആ മലക്കിന്റെ ഊത്തിന്റെ ശക്തി തിരുക്കും. മലക്ക് ഇങ്ങനെ ഉണ്ടാവും. ആ മലക്ക് കാലത്തിൽ ഊതിയ ലോകം മുഴുവൻ തകരും. ലോകം തന്നെ ഭൂമി മാത്രമല്ലല്ലോ, ആകാശലോകത്ത് നക്ഷത്രങ്ങളൊക്കെ തുറന്നു വീഴുന്നില്ല പറഞ്ഞു. ആകെ ഈ ലോകത്തിന്റെ വ്യവസ്ഥയൊക്കെ പോയി തകരും. അതാണ് പറഞ്ഞത്. അപ്പൊ ഖിയാമത്തിന്റെ ആ അറിയിപ്പണ് കിട്ടിയാൽ അദ്ദേഹം ആ പണി നിർവഹിക്കും, കാലത്തിൽ ഊതും. അപ്പൊ റസൂല് പറയാണ്, റസൂലിനൊക്കെ ഇതൊക്കെ അറിയാം. പരലോകം വിചാരിക്കുമ്പോഴൊക്കെ പേടിയായിരിക്കും. നമുക്കുള്ള പേടിന്റെ കാര്യമാണ്. നബി തിരുമേനിന്റെ ശിക്ഷ വരുമോ? അപ്പൊ ഈമാൻ കൂടുന്നോറും അങ്ങനെയാണ്, പേടി, ശിക്ഷ വരും. ഒരു കാറ്റടിച്ചാൽ പേടിയാണ്. ആശാരിയൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഈ മഴയൊക്കെ പെയ്യുമ്പോൾ അവിടെയൊക്കെ മഴയും കുറച്ചല്ലേ കിട്ടലുള്ളൂ, മേഘം വരും, കാറ്റടിക്കുക, എന്തൊരു ഊറ്റാ ഞങ്ങൾക്ക്. പക്ഷെ നിങ്ങളാകെ മുഖം വിവരണാവുകയാണ്, പേടിച്ച് നിൽക്കണം എന്താന്ന് വെച്ചാൽ. അപ്പൊ പറഞ്ഞു, ആയിഷയോട് പറഞ്ഞു, അതേ മുമ്പ് പല സമൂഹവും കാറ്റുകൊണ്ട് തകർക്കപ്പെട്ടിട്ടുണ്ട്, അതിൽ വല്ല ശിക്ഷ ഉണ്ടാവുന്നുള്ള പേടി. മഴ പെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം ഉണ്ടാകുക. അതിന്റെ മുമ്പ് പേടിയായിരിക്കും എന്നാ പറഞ്ഞു, ഭയം. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ ഈ കാറ്റടിക്കുമ്പോഴൊക്കെ കാറ്റും ഇതൊക്കെ വരുമ്പോൾ എല്ലാം ഇങ്ങനെ ആസ്വദിക്കുക എന്നുള്ള പേടിയിൽ ശിക്ഷ ഉണ്ടാവുന്ന പേടിക്കണം. അപ്പൊക്കെ ഇപ്പോൾ ശിക്ഷനെ പറ്റിയുള്ള സംസാരമാണ് ഇപ്പോഴൊക്കെ. ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല. മഴ പെയ്തിട്ട് മനുഷ്യന്മാർ ഒരു നാട് തന്നെ, കേരളത്തിന്റെ ഭൂപടത്തിൽ നിന്നൊരു നാട് തന്നെ ഒഴിവാക്കപ്പെടും. അങ്ങനത്തെ ഒരു നാട് ഖുർആൻ പറഞ്ഞില്ല, കല്ലം തകനബില്ലംസിന്നാണ്. ഇന്നലെ അങ്ങനെ ഒരു നാട് അവിടെ ഇല്ലാത്ത പോലെ, എത്ര നാടുകളെല്ലാം തകർത്തിട്ടുണ്ട് പറയണം. ഇന്നലെ നാട് അവിടെ ഇല്ലാത്ത പോലെയായി മാറുകയാണ് നാടുകൾ. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പൊ ഇങ്ങനെ പേടിയുള്ള നേരത്ത് എന്താ ചെയ്യേണ്ടത് സാഹിബിനെ ചോദിച്ചു. നിങ്ങളെ ഹസ്ബുനല്ലാഹ് വ നിഅമൽ വക്കീൽ എന്നാണ്. ഇവിടെ ഇസ്രാഫീലിനെ പറ്റി പറഞ്ഞപ്പോഴാ പറയാം, എങ്ങനെയാ ലോകം അവസാനിക്കുന്നതിനെ പറ്റി പോലും പേടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഭയമുള്ള നേരത്തെ ഞങ്ങൾ എന്താ പറയേണ്ടത്? അപ്പൊ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ഹസ്ബുനല്ലാഹ് വ നിഅമൽ വക്കീൽ. അതിന് ഹസ്ബല എന്നാ പറയാ. ഹസ്ബല, ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ എന്ന് പറയാം. ഒരാളൊറ്റക്കാണെങ്കിൽ ഹസ്ബി അല്ലാഹ്
ഏത് പ്രതിസന്ധിൻ്റെയും പരിഹാരം എന്ന് പറയുന്നത്. ഇബ്നു അബ്ബാസ് പറഞ്ഞു, ഇബ്രാഹിം നബിനെ തീയിലിട്ട് ഇങ്ങനെ പോവുകയാണ്. ഒരാണെങ്കിൽ ഓരോ തീ വലിയൊരു സേവനങ്ങൾക്ക് വിറക് ശേഖരിച്ചു കൊണ്ടുവന്ന വലിയൊരു തീ കൊണ്ടാരൊക്കെ ഉണ്ടാക്കി. എങ്ങനെ അറിയുമ്പോൾ അദ്ദേഹം ഹസ്ബി അല്ലാഹ്. അതോടുകൂടി എന്തൊരു അത്ഭുതം സംഭവിച്ചത്. ആ തീയിന് സർവീസാണ് മാറ്റി. കുറച്ച് നേരം തീയിന് സർവീസാണ് കത്തിച്ച് കളിലും ആകെ വേർത്ത് ഇതാക്കലാണ്. പക്ഷെ ആ നേരം തീ തണുപ്പുള്ളത് അത്ഭുതകരം. ഇതുപോലെ കാല മുഹമ്മദ് മുഹമ്മദ് നബിയും കൂട്ടരും പറഞ്ഞു. എപ്പോ ജനങ്ങൾ പറഞ്ഞു ഇന്ന സഖത് ജമാഉലക്കും, ജനങ്ങളൊക്കെ നിങ്ങൾക്കെതിരെ സംഘടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് യുദ്ധത്തിലാണ് ആ വിഷയം. മുസ്ലിംസ് പരിക്ക് പറ്റിയ നിൽക്കുകയാണ്. ഒരുപാട് പരിക്ക്, 70 ആൾ മരിച്ചു. കുറേ ആൾക്കാർ ഭയങ്കര മുറിയും ചോരയും ഏൽപ്പിച്ച് വാളും കൂടി കഴിയില്ല. അപ്പോഴാണ് ശത്രുക്കൾ വീണ്ടും വരുന്നുണ്ടെന്ന് കേട്ടു. അപ്പോൾ ഫസാദു ഈമാൻ, അവർക്ക് ഈമാനാണ് കൂടിയത്. ഒരു ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് അല്ലാഹ് മതി, ബരമൽ ഇത്ര നല്ല അവിടെ പോലും മടങ്ങിപ്പോയി, പ്രശ്നം തീർന്നു. അപ്പോൾ ഹസ്ബി അല്ലാഹ്ന്റെ മാത്രമാണ് ഞാൻ പറയുന്നത്. ഒരു മലക്കിന്റെ പേര് നമ്മൾ പറഞ്ഞു, പിന്നെ ഇസ്രാഫീൽ പറഞ്ഞു. പിന്നെ വേറെ മലക്കിന്റെ പേര് മാലിക് എന്നാണ്. മാലിക് അത് ഖുർആനിൽ തന്നെ വന്നതാണ്. അത് നരകത്തിന്റെ പാറാവുകാരനാണ്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി അങ്ങനെയാണ്, നരകത്തിന്റെ പാറാവുകാരൻ. അതിന്റെ പാറാവ് കുറേ ഉണ്ടാവും. അതിന്റെ നേതാവ് മാലിക്. ഖുർആനിൽ തന്നെ വനാദോ യാ മാലിക്, ഈ നരകക്കാര് വിളിക്കുകയാണ് മാലിക് ലിയഖ്ലി അലൈനാ റബ്ബുക്, നിന്റെ റബ്ബ് ഞങ്ങളെ ഒന്ന് മരിപ്പിച്ചെങ്കിൽ എന്ന് പറയാം. അപ്പൊ അദ്ദേഹം പറയും ഇന്നൊക്കെ ക്രൂരനായിരിക്കും. പിന്നെ നരകത്തിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട മലക്കുകളൊക്കെ ക്രൂരന്മാരായിരിക്കും. അപ്പൊ അദ്ദേഹം പറയും ഇന്നൊക്കെ നിങ്ങൾ മരിച്ചു വന്നില്ല, നിങ്ങൾ ജീവനോടെ തന്നെ എന്നും തന്നെ ഉണ്ടാവും എന്ന് പറയും. അപ്പൊ അത് സ്ഥിരപ്പെട്ട പേരുകൾ മാത്രം ഞാൻ കേൾപ്പിച്ചു. വേറെ 2 പേര് മുൻകർ നക്കീർ എന്നുള്ള 2 മലക്കിന്റെ പേര്. ദിൽവാൻ എന്നുള്ള സ്വർഗത്തിന്റെ മലക്ക് എന്ന് പറയാം. പക്ഷെ ആ പേര് സ്ഥിരപ്പെട്ടിട്ടില്ല. നമ്മളുടെ പറയണ ദിൽവാൻ എന്നുള്ള ചില പരിഭാഷ തഫ്സീറുകളൊക്കെ കാണാണ്ട് ദിൽവാൻ സ്വർഗത്തിന്റെ പറവുകാരൻ നിലക്ക് പറയണേ. പക്ഷെ ആ പേര് സ്ഥിരപ്പെട്ടിട്ടില്ല. പിന്നെ വന്ന മുൻകർ നക്കീർ. മുൻകർ എന്ന് പറഞ്ഞാൽ അൻകർ പറഞ്ഞാൽ വെറുത്തു എന്നൊക്കെ അർത്ഥമുണ്ട്. മുൻകർ വെറുക്കപ്പെട്ടെന്ന് അർത്ഥമുണ്ട്. ചില പ്രമാണങ്ങൾ ചില ആൾക്കാർ എന്ത് ചെയ്യുന്ന അറിയാങ്ങള് ബുദ്ധിമ വെച്ചു, നമ്മുടെ ചെറിയ ബുദ്ധിമ വെച്ചിട്ട് അപ്പൊ ആ പേര് ശരിയാവില്ല എന്നാണ്. മുൻകർ നക്കീർ എന്നുള്ള പേര് അപ്പൊ ഉണ്ടാവില്ല. മുൻകർ എന്ന് പറഞ്ഞാൽ വെറുക്കപ്പെട്ടവനാണ്, അതുകൊണ്ട് അത് ശരിയാവില്ല എന്നാണ്. അപ്പൊ ശരിക്കും ഇത്തരം ആൾക്കാരെ നമ്മൾ എടുത്തു നോക്കിയാൽ അവർക്ക് അറിയിട്ടാണ് സംഗതി. ഇതിനെ എതിർക്കണമെന്ന് വിശദമായി പഠിക്കിയിട്ടാണ്. മുൻകർ എന്ന് പറഞ്ഞാൽ വെറുക്കപ്പെട്ടവന്നൊരു അർത്ഥമുണ്ട്. മുൻകർ എന്ന് പറഞ്ഞാൽ പരിചയമില്ലാത്ത ആളെന്ന് അർത്ഥമുണ്ട്. ഇപ്പൊ തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞു കൗമും മുൻകറും. ഇബ്രാഹിം നബിന്റെ അടുത്തേക്ക് മലക്കൾ വന്നു, നല്ല ഉഷാറായിട്ട് വന്നത്. അപ്പൊ കൗം മുൻകറും എന്നാണ്, പരിചയമില്ലല്ലോ എന്ന് അതിന്റെ അർത്ഥം. വെറുക്കപ്പെട്ടവർ എന്നാണ് അതിന്റെ അർത്ഥം. ഒരിക്കലുമില്ലല്ലോ, അതിഥികളെ പറ്റി പറയില്ലല്ലോ. അപ്പൊ മുൻകർ എന്ന് പറഞ്ഞാൽ അങ്ങനെ അർത്ഥമുണ്ട്. അപ്പൊ ശരിക്ക് ഈ പ്രമാണത്തിനെതിരെ പറയുന്നവരൊക്കെ പിന്നെ അമ്പറെടുത്ത് നോക്കിയാൽ അവർക്കൊന്ന് വിവരം ഉണ്ടാവില്ല. അപ്പൊ കിട്ടുന്നതനുസരിച്ച് എന്തെങ്കിലുമൊക്കെ പറയും. അങ്ങനെ ഉണ്ടാവില്ല. ഇപ്പോഴത്തെ ഒരു വിഷയമായിട്ട് ഇത് ഷെയ്ഖ് ഇബ്നു ഉസൈമീനൊക്കെ മറുപടി കൊടുക്കുന്നുണ്ട്. മുൻകർ എന്ന് പറഞ്ഞാൽ വെറുക്കപ്പെട്ട എന്നെല്ലായിടത്തും വെക്കണ്ട. നക്കീർ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ഒരു അർത്ഥം അങ്ങനെ തന്നെയാണ്. നക്കീർ, മുൻകർ നക്കീർ എന്ന് അറിയുമ്പോൾ അത് വേറെ പറയാം. അപ്പൊ ഇത് രണ്ടും വന്നു, മുൻകർ നക്കീർ. ഈ ഇവരെ പണി എന്താ വെച്ചാല് ഇവര് ഈ മലക്കുകൾ അത് കുറെ മലക്കുകളാണോ, അത് ഈ 2 മലക്കുകൾ മാത്രമാണോ, അല്ലെങ്കിൽ ഈ പണി ചെയ്യുന്ന മലക്കുകളൊക്കെ ആ പേരാണോ ഒന്നും അറിഞ്ഞൂടാ. ഏതായാലും മരിച്ചാൽ ഖബറിൽ വരുന്ന 2 മലക്കുകളാണ്. അവര് 3 ചോദ്യം ചോദിക്കുക. ചോദ്യമൊക്കെ മുൻകൂട്ടി തന്നെ പറഞ്ഞു തന്നെ. ഏതാ അത്ഭുതം. സാധാരണ ഇന്നത്തെ പരീക്ഷ എത്ര ബുദ്ധിമുട്ടാന്ന് പറയുക ആൾക്കാർ. ഇവിടെ ആ ചോദ്യം 3 ലളിതമായ 3 ചോദ്യം. റബ്ബാരാണ്, ദീന എന്താണ്, നബി ആരാണ് ചോദിക്കുക. ഇത്രയുള്ളൂ. ഈ ചോദ്യത്തിന് ഉത്തരം നമ്മൾ ഉണ്ടാക്കണ്ടേ. ഇവിടുന്ന് ഒരു പ്രശ്നമില്ല, ആർക്കും പറയാൻ പറ്റും.
എന്നാൽ അവിടെ പറഞ്ഞ അമ്മൽ മോമിൻ യഖൂലു റബ്ബി അല്ലാഹ്, എൻ്റെ റബ്ബ് അല്ലാഹുവാണ്, എൻ്റെ നബി മുഹമ്മദ് നബിയാണ്, എൻ്റെ ദീൻ ഇസ്ലാമാണ്, മോമിന് പറയും. എന്നാൽ പറയാത്ത മുനാഫിക്ക് പറയില്ല. അവനെന്താ അവിടുന്ന് ഓർമ്മ കിട്ടില്ല. ഇവിടുന്ന് ഇപ്പോൾ ആര് മദ്രസ പഠിച്ചുണ്ടാവും നബി ആരാ മുഹമ്മദ് നബിയൊക്കെ പറയും. പക്ഷെ നബി ശരിക്കും ബോധ്യമായിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ ഉത്തരം പറയാൻ പറ്റുള്ളൂ. നബി സത്യ നബിയാണ് ബോധ്യമാവും. അതുപോലെ ഇസ്ലാം ശരിക്കും ഉൾക്കൊള്ളണം. അപ്പോൾ അതിന് മറുപടി പറയാൻ പറ്റുള്ളൂ. പറയാത്ത ആൾക്കാർക്ക് ഭയങ്കര ശിക്ഷ ഉണ്ടാവും. ഈ മലക്കുകൾ അവരെ ശക്തമായി പ്രഹരിക്കുമെന്നാണ് ഉത്തരം കൊടുക്കാത്തവർക്ക്. അത് ആ ശബ്ദം കേൾക്കുന്നതാണ്. ഇല്ല സഖലയിലെ ഹദീസിൽ വന്ന ജിന്നുകളും മനുഷ്യരും അല്ലാത്തവർക്ക് ശബ്ദം കേൾക്കുന്നതാണ്. അത് ഭയാനകമായ ശബ്ദത്തിലായിരിക്കും അവരുടെ കരച്ചിലൊക്കെ. മനുഷ്യർക്കൊക്കെ ഒരു പ്രത്യേക അതിര് ഉള്ളത് കേൾക്കുള്ളൂ. അതിൽ കുറഞ്ഞാലും കേൾക്കില്ല, മുകളിലായാലും കേൾക്കില്ല. അപ്പൊ അതിനേക്കാൾ വലിയ ശബ്ദപ്പാടം നടക്കണ്ട നമ്മൾ കേൾക്കില്ല. നമ്മളെ ചെവിടിനെ കേൾക്കാൻ പറ്റില്ല. വലിയ വലിയ ശബ്ദങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടാവും. ഈ വവ്വാലിനെ പറ്റി തന്നെ പറയല്, അത് ദിശ നോക്കല് ഈ വലിയ അതീന്ദ്രിയ ശബ്ദം ഇട്ടിട്ടാണ്. ആ ശബ്ദം കൂടി കേൾക്കാൻ കഴിയില്ല. നമുക്കങ്ങനെ നമുക്ക് ചില മൃഗങ്ങളുടെ കഴിവില്ല. ചില വിഷയത്തില് പണ്ടലപ്പള്ളി ഉരുൾപൊട്ടലിന്റെ സംഭവത്തില് ആനകളൊക്കെ സ്ഥലം കല്യാക്കി. ആനകളൊന്നും ചാണല്ലോ. ഓലകരം മുമ്പ് തന്നെ എഴുന്നേറ്റിട്ട് അടിപൊളി പോയിട്ടുണ്ട്. മുമ്പ് ഈ സുനാമി ദുരന്തം ഉണ്ടായി വെള്ളക്കെട്ടിലങ്ങൾ അവിടെയൊക്കെ കടമാ ജനങ്ങൾ മരിച്ചു. അവിടെയൊക്കെ അതിൻ്റെ ഏരിയ ശ്രീലങ്കയിലൊക്കെ വന്യമൃഗങ്ങളുടെ കേന്ദ്രമായിരുന്നു. ഒറ്റ മൃഗം ചത്തിട്ടില്ല. കാരണം അവർക്ക് മുമ്പ് വിവരം കിട്ടുന്നുണ്ട്, അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നിട്ട് അന്ന് മൃഗങ്ങൾക്ക് ഒരു 6ാം ഇന്ദ്രിയം ഉണ്ടെന്ന് പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. 6ാം ഇന്ദ്രിയം. നമുക്ക് 5എണ്ണമല്ലോ പഞ്ചേന്ദ്രിയം. അപ്പൊ ചിലർക്ക് നമുക്കില്ലാത്ത അവർക്കുണ്ട്. അപ്പൊ അവര് ഇത്തരം ഭൂകമ്പങ്ങളോ മറ്റോ മുൻകൂട്ടി അറിഞ്ഞിട്ട് ഓരോ സ്ഥലത്ത് നിന്ന് അടിസലാമത്താക്കുന്നുണ്ട്. മനുഷ്യന്മാർക്ക് അത് നമ്മൾ കുറേ ദുർബലരാണ് പല വിഷയത്തിലും. ഇങ്ങനെ അഹങ്കരിക്കും. ശരിക്കും അവിടെ നാളെ സംഭവിക്കുന്നതും കൂടി അറിയില്ല. അങ്ങനെ സംഭവിക്കും. മുമ്പ് ഇവിടെ തുർക്കിയിലും സിറിയയിലൊക്കെ ഭയങ്കര ഭൂകമ്പം, കോടാനുകോടിയുടെ ഡോളറുകളുടെ കെട്ടിടങ്ങളൊക്കെ തകർന്നു. നായി കെട്ടിടം കിടന്ന് കുറച്ച് തകരാറില്ലാന്ന് പറഞ്ഞ് മുൻകൂട്ടി ഇറങ്ങി ആരെയും കെട്ടിടം ഉണ്ടാക്കുമോ? ഇപ്പം നമ്മളെ തന്നെ ആ മുണ്ടക്കൈ സ്ഥലത്ത് ഒരു പാർക്ക് ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന നമ്മളെ കഴിവ് അടുത്ത നിമിഷത്തിൽ എന്താ സംഭവിക്കണ പോലും അറിയാം. എന്നാലും ഞാൻ ചന്ദ്രനിൽ കയറി അങ്ങനെ കയറി എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ നടക്കും. അപ്പൊ അവിടെ മുൻകർ നക്കീർ എന്നത് വന്നിട്ടുണ്ട്. ഈ 2 മലക്കിന്റെ പേര് ഹാറൂത്ത് മാറൂത്ത്. വേറെ ഖുർആനിൽ വന്നതാണ് ഹാറൂത്ത് മാറൂത്ത്. അതുപോലെ സൂറത്തുൽ ബഖറ 102-ാമത്തെ ആയത്ത് ഈ ജൂതന്മാരെ പറ്റിയൊക്കെ പറയണം. അവര് പിശാച് ഓതി കൊടുക്കുന്നതാണ്, ചൈത്താന്മാർ ഓതി കൊടുക്കുന്നതാണ് അവർ പിന്തുടർന്നത്. എല്ലാം മുൽക്കു സുലൈമാൻ നബിന്റെ ആധിപത്യം. അദ്ദേഹത്തിന് വലിയ ആധിപത്യം ഉണ്ടായിരുന്നല്ലോ. അതൊന്നും ലോകത്താറും കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം കാറ്റ്, വാഹനം, അങ്ങനെയൊക്കെ പലതും ഉണ്ടല്ലോ. ജിന്നുകള്, സൈന്യം, ഉറുമ്പിന്റെ സംസാരം മനസ്സിലാകുക, പക്ഷികൾ സൈന്യത്തിലുണ്ടാവുക, എന്തെല്ലാം പുതുമാണ്. അപ്പൊ ഈ ആധിപത്യം കിട്ടി സീർ ചെയ്തുകൊണ്ടാണ് ജൂതന്മാർ പറഞ്ഞെടുക്കുക. കളവ് പറയാം. ജൂതന്മാർ തന്നെ സീറിന്റെ ആൾക്കാരാണ്. എന്നിട്ട് അവര് കള്ളം പറയാം. അപ്പൊ സീർ ചെയ്യാൻ പാടില്ലല്ലോ, കാഫറാവും. അതാവാം ആ കഫറ സുലൈമാൻ. അങ്ങനെ സീർ ചെയ്തിട്ട് സുലൈമാൻ നബി കാഫറായിട്ടില്ല. ഒരാൾക്കാണ് ഷയാദീന കഫറു, ശൈത്താന്മാരാണ് കാഫറായത്. കാരണം ഈ വല്യമോന നാസ സീർ അവർ ജനങ്ങളിൽ സീർ പഠിപ്പിച്ചു കൊടുക്കുന്നു. പിന്നെ വമാൻസിലാലും മലക്കേനി ബാബിലോണിയയിലെ 2 മലക്കൾ ഇറങ്ങി വന്നു. അവിടെ ഹാറൂത്ത് മാറൂത്ത്. അവർക്ക് ഇറക്കപ്പെട്ടതിനെ പറ്റി ഇവര് കള്ളം പറഞ്ഞുണ്ടാക്കുക. ഹാറൂത്ത് മാറൂത്തിനെ പറ്റിയൊക്കെ കളവ് പറയണവര്. എന്നിട്ട് വമായി വല്യമാനിമിന്ന ഈ 2 മലക്കുകളും ഇവരെ പഠിപ്പിച്ചു കൊടുക്കും. എത്തായൂലഫിത്തന അവർ പറയും. ചില സിഹറൊക്കെ അങ്ങനെ പഠിപ്പിക്കണ്ട, അങ്ങനെ ഉണ്ടാവും. ചില സിഹറും അള്ളാഹു ലോകത്ത് ഉണ്ടാക്കും. അതിലൊക്കെ ചില ഹിക്മത്തുണ്ടാവും. അതൊക്കെ ബോധിരിക്കാനാണ്. അതിനോട് എങ്ങനെയാണ് സമീപനമൊക്കെ നോക്കാൻ, അതൊക്കെ റബ്ബിന്റെ കലാകതറിൽപ്പെട്ടതാണ്. ഇതുപോലെ ഈ സിഹർ പഠിപ്പിക്കുമ്പോഴും ഹാറത്തും മാറത്തും പറയും ചെയ്യാൻ നടക്കണ്ട, ചെയ്താൽ കാഫറാണ്. അതാ ഇന്നമാനാനുഭൂതി, ഞങ്ങളൊരു പരീക്ഷണം എന്ന നിലക്കാണ് ഇവിടെ ഇത് ചെയ്യണത്. അതുകൊണ്ട് ഫലാ തക്ഫുർ, കാഫറാ നടക്കണ്ട
എന്നിട്ട് ഇവരത് നോക്കാതെ പഠിച്ചു. ഭാര്യക്കും ഭർത്താവിനും ഇടയിൽ വേറുപാടുണ്ടാക്കുന്ന സിഹർ പഠിച്ചു. സൈനയിൽ ഇവിടെ ആറുത്ത് പറയണം. ശൈത്താന്മാര് സിഹറാണ് പിന്നെ ആധിപത്യം കിട്ടാനൊക്കെയുള്ള ഭയങ്കര കാര്യം. സിഹർ ചെയ്താൽ അതുണ്ടാവും. അതിന്റെ ഗുണഗണങ്ങൾ പറയണല്ലേ. സുലൈമാൻ നബിക്ക് കഴിവും കാര്യമൊക്കെ കിട്ടി സിഹർ ചെയ്തിട്ടാണ്. അങ്ങനെ സിഹറിന്റെ പ്രചാരകരാണ് ജൂതന്മാർ. ഈ ജൂതന്മാർ തന്നെയാണല്ലോ നബിക്കെതിരെ സിഹർ ചെയ്ത്. മുഹമ്മദ് നബിക്കെതിരെ സിഹർ ചെയ്ത ചങ്ങന്മാരാണ്, അവരൊക്കെ ഇതിന്റെ ആൾക്കാരാണ്. അപ്പൊ നബിക്ക് എന്താ പറ്റി വെച്ചാൽ അത് വേറെ വിഷയമാണ്. നബിക്ക് അമ്പിയാക്കൾ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടും. നബി ജനിച്ചതിന് കഷ്ടപ്പാടിലാണ്. ജനിക്കുമ്പോൾ തന്നെ ബാപ്പല്ല. പിന്നെ 6-7 വയസ്സായ ഉമ്മ മരിച്ചു. പിന്നെ സംരക്ഷിച്ചിരുന്ന അദ്ദേഹം മരിച്ചു. അബ്ദുൽ മുത്തലിബ് അദ്ദേഹം മരിച്ചു. പിന്നെ ചെറുപ്പത്തിൽ ആടുകളെ മേയ്ക്കുക, അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് പിന്നെ മക്കയിലെ ജീവിതം ഭയങ്കര ദുരിതങ്ങൾ, ഒരുപാട് പ്രയാസം. മക്കള് ഒറ്റ കുട്ടികളും ഒക്കെ നബിന്റെ ജീവിതകാലത്ത് തന്നെ മരിച്ചു. ഒരാളല്ലാത്തൊക്കെ ഫാത്തിമബി അല്ലാത്തവരൊക്കെ മരിച്ചു. എന്തൊരു പ്രയാസം ഉണ്ടാവും. അതുപോലെ മകള് വിവാഹമോചനം ചെയ്യപ്പെടുക, 2 കുട്ടികൾ വിവാഹമോചനം ചെയ്യപ്പെടുക. എന്തെല്ലാം പ്രതിസന്ധികളാണ്. അത് ഇന്നാശദ്ദന്നാസി പല കൂട്ടത്തിലാണ് നബി സിഹർ പറ്റിയെന്ന് പറയണത്. ഇന്നാശദ്ദന്നാസി പല നമ്പി ഏറ്റവും കൂടുതൽ പരീക്ഷണം അമ്പിയാക്കളൊക്കെ ആയിരിക്കും. അപ്പൊ നല്ലവർക്ക് നല്ല പരീക്ഷണം ഉണ്ടാകും. ചിലത് മുസ്ലിങ്ങളൊക്കെ അങ്ങനെ കഷ്ടപ്പെടുന്നത്. അമേരിക്ക അങ്ങനെ, മറ്റുള്ളവരിങ്ങനെ മുസ്ലിങ്ങളാകെ ഇഷ്ടമുള്ളത് കൊണ്ട് സത്യവിശ്വാസികൾക്ക് പരീക്ഷണം ഉണ്ടാകുമ്പോൾ അത് വേറെ അനുഗ്രഹമായി മാറും. ഇന്നത് മതി. ബാക്കി